എല്ലാവർക്കും എൻ്റെ ക്ലാസ്സിലേക്ക് ഞാൻ നാഷണൽ അക്കാഡമിക്ക് വേണ്ടി സ്വാഗതം ചെയ്യുന്നു. എല്ലാവരും റെഡി ആയിരിക്കുന്നു വിചാരിക്കും. അപ്പോൾ റെഡിയല്ല, അതായത് 15 കഴിഞ്ഞ് ഇനി 16ാമത്തെ കഥയും കഥാപാത്രങ്ങളും എന്നുള്ളതാണ്. അതേ ചാപ്റ്ററിൽ തന്നെ വേറെ ഒന്നും കൂടെ ഉണ്ട്, ഭഗവതി എന്ന് പറയുന്ന വേറെ ഒന്നും കൂടെ. ശ്രീ ഭഗവതി എന്ന് പറയുന്ന 16 1 2 എന്ന് വന്നിട്ട് 2 തേട്ട. ആ കഥാപാത്രത്തിൻ്റെ ഇതിന് വേണ്ടിയിട്ട് മാത്രമാണ് അത് 2 കൊടുത്തിട്ടുള്ളത് കേട്ടോ. അതായത് ഒരു കഥയിൽ കഥാപാത്രത്തിൻ്റെ പ്രത്യേകത എന്താണ് എന്നാണ് ലേഖനം പറയുന്നത്. കഥയ്ക്ക് ജീവൻ നൽകുന്ന കഥാപാത്രങ്ങളാണ്. ചെറുകഥകളിലും നോവലുകളിലും എന്ന് വേണ്ട കാവ്യങ്ങളിൽ എപ്പോഴും കഥാപാത്രങ്ങൾക്ക് നിർണായകമായ പങ്കുണ്ട്. ഇപ്പോൾ നമ്മളൊരു സിനിമ ഉണ്ടാവില്ലേ, എന്താ പറയുക, ഇപ്പോഴത്തെ ആൾക്കാർ മോഹൻലാൽ ഉഗ്രനായിട്ട് അഭിനയിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ എന്നെ മഞ്ജു വാര്യർ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്, അത് അവളുടെ അഭിനയം പോരാന്നൊക്കെ നമ്മളിങ്ങനെ പറയില്ലേ, അത് തന്നെ. അപ്പോൾ കഥാപാത്രങ്ങൾ നന്നായിരിക്കണം. ഏത് കഥയിലായാലും ശരി, നാടകത്തിലായാലും ശരി, സിനിമയിലായാലും ശരി. പ്രവർത്തിക്കുമ്പോഴും പാത്രങ്ങൾക്ക് നിർണായകമായ പങ്കുണ്ട്. കൃത്തിനോ കഥയ്ക്കോ പറയാനുള്ളതൊക്കെ അവർ കഥാപാത്രങ്ങളെ കൊണ്ടാണ് പറയിക്കുന്നത്. കഥാകൃത്തിൻ്റെ ഭാവനയുള്ള എല്ലാ കാര്യങ്ങളും കഥാപാത്രങ്ങളെ കൊണ്ടാണ് കഥയിലൊക്കെ പ്രവർത്തിപ്പിക്കുന്നത്. അതിനാൽ സാഹിത്യാസ്വാദനത്തിലും വിശകലനത്തിലും കഥാപാത്ര നിരൂപണത്തിനും വളരെ പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് ഈ കഥാപാത്ര നിരൂപണമായാലും ശരി, വിമർശനമായാലും ശരി, എന്തായാലും ശരി, അതിൽ കഥാപാത്രത്തിന് ഭയങ്കര വലിയൊരു പങ്കാണ്, പ്രാധാന്യമാണുള്ളത്. നിരവധി കഥാപാത്രങ്ങളെ ഒരു കഥയിൽ കഥാകൃത്ത് വിന്യസിക്കുന്നു. കഥയുടെ മുമ്പോട്ട് പോക്കിന് അവരുടെ പ്രവർത്തനങ്ങൾ അനിവാര്യമാണ്. അപ്രസക്തമായ കഥാപാത്രങ്ങൾക്ക് കഥയിൽ സ്ഥാനമില്ല. കഥാഗതിയിൽ മുഖ്യ പങ്ക് വഹിക്കുന്ന കഥാപാത്രങ്ങളെ പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയും. അപ്പോൾ പല കഥാപാത്രങ്ങളും ഉണ്ടായിരിക്കുക. അതിൽ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളെയാണ് നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയുക. മറ്റ് അപ്രധാനമായിട്ടുള്ള കഥാപാത്രങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടായിരിക്കുക. അവരെ പറ്റിയൊന്നും നമ്മൾ ആരും തന്നെ നിരൂപണങ്ങളോ വിമർശനങ്ങളോ നടത്താറില്ല. അപ്പോൾ പെട്ടെന്ന് നമുക്ക് കഥാപാത്രം എന്ന് പറഞ്ഞാൽ നായകനോ നായികയോ ആയിരിക്കും പ്രധാനപ്പെട്ടത്. അപ്പോൾ അവരെ പറ്റിയായിരിക്കും കൂടുതലും നമ്മൾ വിമർശിക്കുകയുണ്ടാവുക. സ്ത്രീകളുടെ സാമൂഹിക പദവി പരിഷ്കൃത സമൂഹങ്ങളിൽ പോലും ആശാവഹമല്ല. ഭൗതിക സാഹചര്യങ്ങൾ അവർക്കും പ്രാപ്യം തന്നെ. അപ്പം നമ്മൾ പണ്ട് കാലത്തൊന്നും സ്ത്രീകൾ പുറത്തേക്ക് ഇറങ്ങില്ല, അവർക്ക് സമൂഹത്തിൽ യാതൊന്നും ചെയ്യാൻ പാടില്ല, ചെയ്യാൻ കഴിയില്ല എന്നൊക്കെയുള്ളൊരു സങ്കല്പം ഉണ്ടായിരുന്നു നമ്മളുടെ സമൂഹത്തിൽ കുറേ കാലം മുന്നേ. ഇപ്പോഴതൊന്നുമില്ല. അപ്പം അങ്ങനെയുള്ള സമയത്ത് സ്ത്രീ കഥാപാത്രങ്ങളെ പുറത്തേക്ക് കൊണ്ടുവരിക, എന്താ പറയുക, അണിയറയിൽ നിന്ന് അരങ്ങത്തേക്ക് അങ്ങനെന്തോ ഒരു ഇതുണ്ട്. എന്താ പറയുക, ലളിതാംബിക അന്തർജനത്തിൻ്റെ സാഹിത്യത്തിലൊക്കെ. കാരണം അന്തർജനങ്ങളുടെ ജീവിതം മുഴുവൻ അടുക്കളയിൽ ആയിട്ടാണ് കഴിഞ്ഞിരുന്നത്. അല്ലെങ്കിൽ എന്താണ്, അവരുടെ ഇല്ലത്ത് മാത്രം പുറത്തേക്കൊന്നും ഇറങ്ങാൻ വയ്യാത്തത്. അവിടെ നിന്ന് ഇവരുടെ രചനകളിലൂടെയും കാവ്യങ്ങളിലൂടെയും ഒക്കെയാണ് സ്ത്രീകൾ കുറച്ചെങ്കിലും ഒന്ന് പുറത്തേക്ക് ഇറങ്ങി വരാൻ തുടങ്ങിയിട്ടുള്ളത്. അതാണ് ഇവിടെ പറയുന്നത്. പുറത്തേക്ക് വരാൻ പറ്റാത്ത ഒരു സാഹചര്യങ്ങളുണ്ടായിരുന്ന കാലം. ഗീത ഹിരണ്യൻ്റെ ശ്രീ ഭഗവതി എന്ന കഥയിലെ നായിക എല്ലാ സ്വാതന്ത്ര്യങ്ങളും ഉള്ളവളാണ്. ഭർത്താവിനോട് കയർക്കാനും പ്രതിഷേധിക്കാനും ഒക്കെ അവൾക്ക് കഴിയുന്നു. എന്നാൽ സ്ത്രീ എന്ന നിലയിൽ പദവിപരമായ പ്രതിസന്ധികളെ നേരിടാൻ അവൾക്ക് എത്രത്തോളം കഴിയുന്നുണ്ട്, അത് നമ്മൾ ആ കഥ വായിച്ചാൽ നമുക്കറിയാം. അപ്പം ഈ കഥാപാത്രത്തിൻ്റെ ഇത് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആ കഥയെ പറ്റി പറയട്ട. അപ്പോൾ അത് നോക്കാം. എന്താണ് ഈ സ്ത്രീ ഭഗവതിയിലെ കഥാപാത്രം, ആ നേതാവല്ല, ഒരു സാമൂഹ്യ പ്രവർത്തകനാണ്. അയാളുടെ ഭാര്യ എല്ലാവിധ കഴിവുള്ള ഒരു സ്ത്രീയാണ്. എന്നാലും അവളെല്ലാം സഹിച്ചുകൊണ്ട് ഭർത്താവിനോട് കയർത്ത് പറയുന്നുണ്ട്, എതിർക്കുന്നുണ്ട്, അരുതാത്ത കണ്ട മറുപടി പറയേണ്ടതൊക്കെ ഉണ്ട്. എന്നാലും ശരി, അവളെല്ലാം സഹിച്ച് ഒരനുസരണമുള്ള ഭാര്യയെ പോലെ ആ വീട്ടിൻ്റെ ഉള്ളിൽ കഴിയുകയാണ് ചെയ്യുന്നത്. അപ്പം ഇങ്ങനെ കഥാപാത്രങ്ങളുടെ സ്ഥാനം നിർണ്ണയിക്കുക, പ്രവർത്തനം വിശകലനം ചെയ്യൽ, സംഭാഷണങ്ങൾ അപഗ്രഥിക്കൽ, മറ്റു കഥാപാത്രങ്ങളുടെ സമീപനങ്ങളുമായി തട്ടിച്ചു നോക്കൽ, കഥാപാത്രത്തിൻ്റെ സ്വഭാവത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ തിട്ടപ്പെടുത്തൽ തുടങ്ങിയ ഘട്ടങ്ങൾ പൂർത്തിയായി കഴിഞ്ഞാൽ പാത്ര നിരൂപണം
പാടുള്ളൂ. അപ്പോൾ പാത്ര നിരൂപണം എന്ന് പറഞ്ഞാൽ എങ്ങനെയൊക്കെ എന്തൊക്കെ വേണം അതിൽ എന്നാണ് പറയുന്നത്. ഒരു പാത്രത്തെ പറ്റി നമ്മൾ നിരൂപണം ചെയ്യുക എന്ന് വെച്ചാൽ നോക്കുക എന്തൊക്കെയാണെന്നുള്ളത് നോക്കട്ടോ. സ്ഥാനം, ഇങ്ങനെ കഥാപാത്രങ്ങളുടെ സ്ഥാനം നിർണ്ണയിക്കല്, പ്രവർത്തന വിശകലനം, പിന്നെ സംഭാഷണങ്ങൾ, അപഗ്രഥിക്കൽ മറ്റു പാത്രങ്ങളുടെ സമീപനങ്ങളുമായിട്ട്. അപ്പം നമ്മൾ 2-3 കഥാപാത്രങ്ങളുടെ മറ്റു കഥാപാത്രങ്ങളിൽ നിന്ന് നമ്മളുടെ പ്രധാനപ്പെട്ട കഥാപാത്രത്തിന് എന്താ പ്രത്യേകത എന്നുള്ളത് പറയണം. പിന്നെ കഥാപാത്രത്തിൻ്റെ സ്വഭാവത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ, അവരുടെ സ്വഭാവം എങ്ങനെയാണ്, അതിന് എന്തൊക്കെ പ്രത്യേകത ഉണ്ട്, എന്തൊക്കെ ദോഷങ്ങളുണ്ട്, ഗുണങ്ങളുണ്ട് എന്നൊക്കെ പറയണം. ഇതെല്ലാം തിട്ടപ്പെടുത്തി തുടങ്ങിയ ഘട്ടങ്ങൾ പൂർത്തിയാവുകയുള്ളൂ. ഇതെല്ലാം ആ കഥാപാത്രത്തെ പറ്റി നമ്മൾ പറയുമ്പോൾ, ആ പറയുന്ന അല്ലെങ്കിൽ ഒരു കഥാപാത്രത്തെ പറ്റി നമ്മൾ വിമർശിക്കുമ്പോൾ അല്ലെങ്കിൽ അതിനെ നിരൂപണം ചെയ്യുമ്പോൾ കണ്ട കാര്യങ്ങളൊക്കെ അതിൽ അടങ്ങിയിരിക്കണം. എന്നെങ്കിൽ ഒരു നിരൂപണം അല്ലെങ്കിൽ വിമർശനം പൂർത്തിയാവുകയുള്ളൂ. പിന്നെ ഇനി അടുത്തത് നമുക്ക് പറയാനുള്ളത് എന്താണ്, നമ്മളിപ്പോൾ കഥാപാത്രത്തിൻ്റെ നിരൂപണം വിമർശനം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇനി അതിനൊരു ഉദാഹരണമാണ്. ഇപ്പം നേരത്തെ പറഞ്ഞില്ലേ ശ്രീ ഭഗവതി എന്നുള്ളതിൽ നമ്മൾ എന്ത് ചെയ്തു, ആ ഒരു കഥാപാത്രത്തെ അവിടെ പറഞ്ഞു. ആ കഥാപാത്രം എങ്ങനെയാണ്, അവരുടെ ജീവിതം, അവരുടെ ഭർത്താവുമായിട്ടുള്ള എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. 2 കഥാപാത്രങ്ങളാണ്. ഒന്ന് തിരക്കുള്ള ഒരു പൊതുപ്രവർത്തകനായ ഭർത്താവ്. അതായത് ഈ കഥയിൽ 2 പാത്രമാണുള്ള. ഒന്ന് ഒരു പൊതുപ്രവർത്തകനായിട്ടുള്ള ഭർത്താവ്, അവരുടെ എല്ലാം അനുസരിച്ചു കൊണ്ട് ആ വീട്ടിൽ കഴിയുന്ന, എല്ലാ കഴിവുണ്ടായിട്ട് ഒരു എന്താ പറയുക, ഒരു നല്ല ഒരു ഭാര്യയുടെ സ്ഥാനം അലങ്കരിക്കുന്ന അവരുടെ പേര് പറഞ്ഞത് ദാമ്പത്യത്തിലെ പ്രാധാന്യ ഘടകമായ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലുള്ള പരസ്പര വിശ്വാസവും ധാരണയുമാണ്. ഓരോ പ്രശ്നങ്ങൾ ഉന്നയിച്ച് ഭാര്യ വഴക്കിന് ചെല്ലുമ്പോൾ അയാൾ സംയമനം പാലിക്കാനാണ് ശ്രമിക്കുന്നത്. അവളെ പ്രീതിപ്പെടുത്താൻ പറയുന്ന പലപ്പോഴും പിണക്കത്തിൻ്റെ ആഴം കൂട്ടുന്നു. അപ്പോൾ അവളിങ്ങനെ കോപിച്ച് വരുമ്പോഴേ ചില ആളുകളുടെ സ്വഭാവമാണല്ലേ, അപ്പം അവിടെ അങ്ങനെ താന്നുങ്ങാഞ്ഞ് സോപ്പിടാൻ നിൽക്കും. അപ്പം ആ സ്ത്രീകൾക്ക് വന്ന ദേഷ്യം അവിടെ കുറച്ചൊക്കെ ശമിക്കും. എന്നാൽ അവരുടേതായിട്ടുള്ള രീതിയിലേക്ക് എത്തിക്കാനല്ല അവർ നോക്കുന്നത്. അവർ സംയമനം പാലിച്ച് നമ്മളെ അവിടെ ഒരു തരത്തിൽ അടിച്ചമർത്തല്ല, അവരെ ഒതുക്കി നിർത്തുക ചെയ്യുന്നത്. ഇവിടെ ഈ കഥയിലുണ്ട്. 2-3 പ്രാവശ്യം അങ്ങനെ ദേഷ്യപ്പെട്ട് വരുമ്പോഴും ആ ഭർത്താവ് തൻ്റെ സംയമനത്തിലൂടെ അവളെ നല്ല സോപ്പിട്ട് ഓരോരോ പേരൊക്കെ കൊടുത്തുകൊണ്ട്, ഭഗവതി എന്നുള്ളത് അവളുടെ പേരാണ്, പേരിച്ചാൽ ഭർത്താവ് നൽകിയ പേര്, അങ്ങനെയൊക്കെ കൊടുത്തിട്ട് ആ പേര് കിട്ടാനുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സംഭവമാണ് ഇതിൽ പറയുന്നത്. സംയമനം പാലിക്കാനാണ് ശ്രമിക്കുന്നത്. അവളെ പ്രീതിപ്പെടുത്താൻ പറയുന്നത് പലപ്പോഴും പിണക്കത്തിൻ്റെ ആഴം കൂട്ടുന്നു. അപ്പോൾ നല്ല രീതിയിൽ പറയുന്നത് ചിലപ്പോൾ അവൾക്ക് പിണക്കം കൂടുതലാക്കാണ് ചെയ്യുന്നത്. ഭാര്യയെ അനുനയിപ്പിക്കാൻ എടുത്ത ഒരടവാണ് ശ്രീ ഭഗവതി എന്ന അഭിസംബോധന. ഭാര്യയെ സുഖിപ്പിക്കാൻ, സന്തോഷിപ്പിക്കാൻ, ദേഷ്യം കണ്ടു വരുമ്പോൾ ഭദ്രകാളി വരുന്ന പോലെ എന്ന് പറഞ്ഞാൽ അല്ലേ, അപ്പം സ്വാഭാവികമായിട്ടും നമ്മൾ എന്തായി പോവും, അവിടെ നമ്മളുടെ ആ ദേഷ്യമായിട്ട് അവിടെ നിന്ന് പോകും. അപ്പം അങ്ങനെയുള്ള ഒരു അഭിസംബോധനയാണ് അദ്ദേഹം ഭാര്യയ്ക്ക് കൊടുത്തത്. അതിൻ്റെ പിന്നിലെ ശ്രദ്ധോദ്ദേശം അവൾക്കറിയാമായിരുന്നു. അതെന്തിനാണ് തൻ്റെ ഭർത്താവ് അങ്ങനെ ഒരു പേര് തന്നത് എന്നുള്ളത് അവൾക്കറിയാമായിരുന്നു. പഞ്ചസാര വാക്കുകൾ പറഞ്ഞ് ഭാര്യയെ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ പുരുഷൻ്റെ ഉള്ളിലെ പുരുഷാധിപത്യം തന്നെയാണ് അവിടെ തെളിയുന്നത്. അപ്പം നല്ല സോപ്പിൽ ദേഷ്യം പിടിച്ച് വരുമ്പോൾ അങ്ങോട്ട് താന്നാളും, എന്നിട്ട് സോപ്പിട്ട് ഭാര്യേനെ അവിടെ നിയന്ത്രിച്ചെത്തും. കാരണം ഭാര്യയെ ഉയരാൻ സമ്മതിക്കാത്ത വിധത്തിൽ വിചാരിച്ച് ഭാര്യമാർ നമ്മൾ മേലെ പാഞ്ഞു കയറണമെന്നോ ആണുങ്ങളെ അടിച്ചമർത്തണം എന്നല്ല പറയുന്നത്. എന്താണ് അതിന് അദ്ദേഹത്തിന് നല്ല കഴിവുണ്ട് കേട്ടോ. ആ സൂത്രപ്പണിക്ക് ചിലർ നമ്മളെക്കാട്ടിലും കൂടുതൽ ദേഷ്യപ്പെടുക, അപ്പം നമുക്ക് അതിലും ദേഷ്യം വരും. അപ്പോൾ അങ്ങനെ അവിടെ കലഹം ഉണ്ടാകുന്നു. അപ്പോൾ ഇവിടെ കലഹം ഇല്ലാതെ ഒഴിവാക്കുന്നുണ്ട്, എന്നാൽ ഭാര്യയെ മറ്റൊരു വിധത്തിലുള്ള ജീവിതത്തിലേക്ക് വിടുന്നുമില്ല. അങ്ങനെ ഒരു സൂത്രപ്പണിയാണ് ഈ ഭർത്താവ് എടുക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കഥയാണത്. ഇനി അതിൽ ഒരു പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യോത്തരങ്ങൾ ടീച്ചർ പറഞ്ഞുതരാം കേട്ടോ. കൂടുതൽ പരീക്ഷാ കേന്ദ്രിതമായ ക്ലാസ് ആയതുകൊണ്ട് പരീക്ഷയ്ക്ക് വരുന്നത് എന്നല്ല, എന്നാലും പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ.
അപ്പോൾ എല്ലാം ഇത് മാത്രമേ വരുള്ളൂ എന്നൊന്നുമല്ല കേട്ടോ ടീച്ചർ പറയുന്നത്. പ്രധാനപ്പെട്ടതെന്ന് തോന്നുന്നത് പറഞ്ഞു തരുന്നെന്ന് മാത്രം കേട്ടോ. അത് നിങ്ങളൊന്ന് നല്ലോണം നോക്കുക. കഥാപാത്ര നിരൂപണത്തിന് പ്രധാനമായും പ്രയോജനപ്പെടുത്തുന്നതാരെ കഥാഗതിയെ സ്വാധീനിക്കുന്ന കഥാപാത്രങ്ങൾ പറഞ്ഞു. പ്രധാനപ്പെട്ട കഥാപാത്രം ആ കഥയെ കൊണ്ടുപോകാൻ പറ്റുന്നതായിട്ടുള്ള ഉതകുന്നതായ കഥാപാത്രങ്ങൾ അതിലുണ്ടായിരിക്കും. ആ കഥാപാത്രങ്ങളെയാണ് എടുക്കുന്നത്. ഇനി രണ്ടാമത്തത്, നീയാണെൻ്റെ ശ്രീ ഭഗവതി എന്ന ഭർത്താവിൻ്റെ വാക്കുകൾക്ക് പിന്നിലെ വികാര വിശകലനം എന്ത്? നീയാണെൻ്റെ ശ്രീ ഭഗവതി എന്ന് പറഞ്ഞില്ലേ, അതിൻ്റെ പിന്നിൽ അയാളുടെ ഷോപ്പിങ്ങിൻ്റെ കാര്യം എന്താണെന്നാണ് ചോദിക്കുന്നത്. ഭാര്യയുടെ ക്ഷോഭത്തിൽ നിന്നും രക്ഷ നേടാനാണ് ഭർത്താവ് ശ്രമിക്കുന്നത്. ഭാര്യയുടെ ക്ഷോഭത്തിൽ നിന്ന് രക്ഷ നേടാൻ ഭർത്താവ് ശ്രമിക്കുന്നു. അതിനുള്ള തന്ത്രമെന്ന നിലയിൽ അവളെ ശ്രീ ഭഗവതി എന്ന് വിശേഷിപ്പിക്കുന്നു. ഇതിനു പിന്നെ അയാളുടെ കാപട്യമാണ് തെളിയുന്നത്. പ്രശംസ കൊണ്ട് സ്ത്രീയെ കീഴ്പ്പെടുത്താമെന്ന് അയാൾ വിശ്വസിക്കുന്നു. അപ്പോൾ ഭാര്യയെ ഒന്ന് പ്രശംസിച്ചു കഴിഞ്ഞാൽ അവൾ അയാൾക്ക് കീഴ്പ്പെട്ട് നിന്നോളൂ എന്ന് അദ്ദേഹത്തിന് മനസ്സിലായിരുന്നു. അതിന് ശേഷമുള്ള പരിപാടികളാണിത്. ചിലരൊക്കെ അങ്ങനെ നമ്മുടെ ജീവിതത്തിലും സമൂഹത്തിലൊക്കെ പലരും ഇതുപോലുള്ള വീട്ടിൽ ഭർത്താക്കന്മാരൊക്കെ കാണും. അതേസ്ഥാനത്ത് ചിലരതിന് വിപരീതമായിട്ടും കാണും. മനസ്സിലായി? ചിലർക്ക് ദേഷ്യമില്ലാത്ത ഭർത്താക്കന്മാരും ഉണ്ടായിരിക്കും, എന്നാൽ ദേഷ്യമുള്ള ഭാര്യമാരും ഉണ്ടായിരിക്കും. രണ്ടും തിരിച്ചും മറിച്ചും സമൂഹത്തിലുണ്ടാവും. അപ്പോൾ ഇവിടെ ഇപ്പോൾ അദ്ദേഹം തൻ്റെ കാപട്യത്തോട് കൂടി സ്നേഹപ്രകടനം നടത്തി ഭാര്യയെ തൻ്റെ ചൊൽപ്പടിയിൽ നിർത്തുക എന്നുള്ളതാണ് അദ്ദേഹം ചെയ്യുന്നത്. ഇനി മൂന്നാമത്തതൊന്ന്, കഥാശീർഷകത്തിൻ്റെ ഔചിത്യം വ്യക്തമാകുക. ശ്രീ ഭഗവതി എന്നല്ല പറഞ്ഞത്, അതിൻ്റെ ഔചിത്യം, ആ കഥയ്ക്ക് അങ്ങനൊരു ശീർഷകം ഹെഡിങ് നൽകിയതിൻ്റെ ഔചിത്യം ആണ് ചോദിക്കുന്നത്. ശ്രീ ഭഗവതി എന്ന കഥാശീർഷകം നിരവധി മാനങ്ങളുള്ളതാണ്. ഭാര്യയെ അനുനയിപ്പിക്കാൻ ഭർത്താവ് നടത്തുന്ന പ്രയോഗമാണ് നീ എൻ്റെ ശ്രീഭഗവതി എന്ന പ്രശംസ. അപ്പോൾ അതിന് പല അർത്ഥങ്ങളായിട്ടും എടുക്കാം. ഇവിടെ ഇപ്പം ഭാര്യയെ ഭഗവതി എന്ന് പറഞ്ഞാൽ ദേഷ്യപ്പെട്ട് വരുന്നവർക്കും ആവാം. പക്ഷെ ദേഷ്യം കാണിക്കുന്നതിന് ശ്രീ ഭദ്രകാളി എന്നൊക്കെയാണ് പറയാം ഞങ്ങളുടെ നാട്ടിലൊക്കെ കേട്ടോ. ഇനി നിങ്ങളുടെ നാട്ടിലൊക്കെ എങ്ങനെയാണ് ടീച്ചർക്ക് അറിഞ്ഞൂടാ. അപ്പോൾ രണ്ടർത്ഥത്തിലും അവിടെ എടുക്കാം. ദേഷ്യം പിടിച്ച് വരുന്ന ഭദ്രകാളിക്ക് തുല്യം ഭഗവതി എന്നുള്ള അർത്ഥത്തിലും എടുക്കാം. രണ്ടോ മൂന്നോ ഒക്കെ അർത്ഥം എടുക്കാൻ കഴിയും. അതാണ് പറയുന്നത് നിരവധി മാനങ്ങളുള്ളതാണ് എന്ന് പറയാൻ കാരണം. ഭാര്യയെ അനുനയിപ്പിക്കാൻ ഭർത്താവ് നടത്തുന്ന പ്രയോഗമാണ് നീ എൻ്റെ ഭഗവതി എന്ന പ്രയോഗം, ഭാര്യയെ സോപ്പിടാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ ഒരു വ്യാജ പ്രശംസയാണ് ശ്രീ ഭഗവതിയുടെ മഹത്വം കീർത്തിക്കുന്ന ഒരു കഥ ഭാര്യ മകൾക്ക് പറഞ്ഞു കൊടുക്കുന്നു. ഇങ്ങനെ ഒരു പേരിടാനുള്ള സന്ദർഭമാണ് കവി ലേഖം പറയുന്നത്. എന്തുകൊണ്ടാണ് ആ പേര് അവൾക്ക് ഇട്ടത് നോക്കൂ. അപ്പോൾ ഒരു ഭഗവതിയുടെ പ്രാധാന്യത്തെപ്പറ്റി ഈ ഭാര്യ തൻ്റെ ചെറിയ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. കഥ കൊടുക്കുക. അതിലൊരു ചെറിയ മോളുണ്ടല്ലോ, അപ്പോൾ അവൾക്ക് കഥ പറഞ്ഞു കൊടുക്കുകയാണ്. അത് കേട്ടുകൊണ്ട് വന്ന ഭർത്താവ് അന്ന് മുതൽക്ക് നീയാണ് എൻ്റെ ശ്രീ ഭഗവതി എന്ന് പറഞ്ഞ് അവളെ വിളിക്കുകയാണ് ചെയ്യുന്നത്. ഭർത്താവ് ഈ സൂചന കണ്ടെത്തുന്നത് ഭാര്യയോട് പല കാര്യങ്ങളിൽ അയാൾക്ക് മതിപ്പില്ല, അവൾ തന്നെ മനസ്സിലാക്കുന്നില്ലെന്നും അവൾക്ക് വിദ്യാഭ്യാസവും വിവരവും കുറവാണെന്നും ഒക്കെയുള്ള മുൻധാരണകൾ അയാൾക്കുണ്ട്. അപ്പോൾ അദ്ദേഹം വാസ്തവത്തിൽ തൻ്റെ ഷോപ്പിങ്ങിലൂടെ ഭാര്യയെ അനുനയിപ്പിച്ച് ചൊൽപ്പടിക്ക് നിർത്തുകയാണ് ചെയ്യുന്നത്. കാരണം എന്താ, അവൾക്ക് ഇതൊന്നും പാവം മനസ്സിലാക്കാനുള്ള സാഹചര്യമില്ല. കാരണം അവൾക്ക് വേണ്ടത്ര വിദ്യാഭ്യാസമില്ല, പിന്നെ ആണെങ്കിൽ എന്താ പറയുക അതിനുള്ള അതിസാമർഥ്യവുമില്ല. അപ്പം താൻ വിചാരിക്കുന്ന രീതിയിൽ ഷോപ്പിംഗ് കൊണ്ട് കാര്യം നടക്കും എന്ന് അദ്ദേഹത്തിന് അറിയാം. അതുകൊണ്ടാണ് അയാൾ അങ്ങനെയുള്ളൊരു സൂത്രപ്പണി ഒപ്പിച്ചത്. പുരുഷ മേധാവിത്വ സമൂഹത്തിന് സ്ത്രീയോടുള്ള സമീപനം വെളിപ്പെടുത്തുന്നതാണ് ഈ കഥ. അപ്പോൾ ഏത് വിധത്തിലും സ്ത്രീയെ അടിച്ചമർത്തി തൻ്റെ ചൊൽപ്പടിക്ക് നിർത്തുന്ന ഒരു മേധാവിത്വത്തിൻ്റെ ഒരു സൂചന നൽകുന്ന കഥയാണ് ഈ ശ്രീ ഭഗവതി എന്ന് പറയുന്നത്. അതിലെ ഏറ്റവും ക്രൂരമായ തന്ത്രം സ്ത്രീക്ക് മേൽ നടത്തുന്ന വ്യാജസ്തുതിയാണ്. അപ്പം ലേഖൻ തന്നെ പറയുന്ന അതിലെ ഏറ്റവും ക്രൂരമായ തന്ത്രം സ്ത്രീയെ തന്നിക്ക് ചൊൽപ്പടിക്ക് നിർത്താൻ വേണ്ടി അവളുടെ മേൽ നടത്തുന്ന വ്യാജസ്തുതി. ശ്രീ ഭഗവതിയാണെന്നൊക്കെ പറഞ്ഞ് വർണ്ണിക്കുന്നുണ്ടല്ലോ, അത് ഒരു തരത്തിലുള്ള വ്യാജസ്തുതിയാണ്, കള്ളസ്തുതിയാണ് എന്നാണ് ലേഖൻ പറഞ്ഞത്. കഥാശീർഷകം അതാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ആ കഥ വായിച്ചാൽ നമുക്ക് മനസ്സിലാവും. അതിൽ ഇവർക്ക് ദേഷ്യം വരുമ്പോഴേക്കും ഭർത്താവ് ഒന്നും മിണ്ടാതെ മാറി നിൽക്കുക, അല്ലെങ്കിൽ ചായ ഗ്ലാസ് എടുത്ത് അങ്ങോട്ട് പോവുക, അല്ലെങ്കിൽ കുട്ടീനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പലതും അതിൽ വരുന്നുണ്ട്. അതൊക്കെ എന്തിനാണ്, ഇവള് വല്ലാതെ കയർത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അദ്ദേഹം പറഞ്ഞതും കേട്ടില്ലെങ്കിലോ,
അപ്പോൾ ആ സ്ത്രീക്കുള്ള ഉയർച്ചയ്ക്കുള്ള ആ വഴി കൊടുക്കാതെ അവളെ ഭയങ്കരമായിട്ട് സോപ്പിട്ട് നിലനിർത്തുക. സ്ത്രീകളുടെ സമൂഹത്തിലേക്കുള്ള ആ സ്ഥാനമാനങ്ങൾ അവിടം കൊണ്ട് അവസാനിപ്പിക്കുകയാണ് അദ്ദേഹം ചെയ്യുന്നത്. ഇനി സ്ത്രീകൾക്ക് നേരെ പ്രയോഗിക്കുന്ന പ്രശംസാവചനങ്ങൾ സ്ത്രീയുടെ വ്യക്തിത്വത്തെ എത്രത്തോളം മാനിക്കുന്നവയാണ് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വിശകലനം ചെയ്യുക. സ്ത്രീകൾക്ക് നേരെ പ്രയോഗിക്കുന്ന പ്രശംസാവചനങ്ങൾ, ഇപ്പോൾ ഇവിടെ കുറേ പ്രശംസാവചനങ്ങൾ പറഞ്ഞല്ലോ, അത് സ്ത്രീയുടെ വ്യക്തിത്വത്തെ എത്രത്തോളം, ഒരു സ്ത്രീയുടെ വ്യക്തിത്വത്തെ എത്രത്തോളം മാനിക്കുന്നവയാണ്. അപ്പോൾ ആ കുട്ടിയുടെ, അതായത് അയാളുടെ ഭാര്യയുടെ വ്യക്തിത്വത്തെ എത്രമാത്രം അത് മാനിക്കുന്നു എന്ന് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വിശകലനം ചെയ്യുക. അതിന് 1-2 തെളിവുകൾ തന്നിട്ട് നമ്മളോട് വിശകലനം ചെയ്യാനാണ് പറയുന്നത്. സ്ത്രീകളുടെ നേരെ പ്രയോഗിക്കുന്ന പ്രശംസാവചനങ്ങൾ പലപ്പോഴും അവളുടെ വ്യക്തിത്വത്തെ മാനിക്കുന്നവയല്ല. പലപ്പോഴും അത് അവളുടെ ശരീര സൗന്ദര്യത്തെ പ്രകീർത്തിക്കലോ ത്യാഗമനോഭാവത്തെ പുകഴ്ത്തലോ ആയി മാറുന്നു. അപ്പോൾ ശരിക്ക് അത് എന്താണ്, ആ സ്ത്രീയുടെ വ്യക്തിത്വത്തെ മാനിക്കുന്നവയല്ല. ഒന്നുകിൽ അവളുടെ സൗന്ദര്യത്തെ പറ്റിയായിരിക്കുക, അതല്ലെങ്കിൽ അവളുടെ ശരീര സൗന്ദര്യത്തെ പറ്റി, അല്ലെങ്കിൽ ത്യാഗമനോഹത്തെ പറ്റിയിട്ടായിരിക്കും. അല്ലെങ്കിൽ അവളുടെ നല്ല നല്ല ജോലികൾ വീട്ടിൽ ഈ അങ്ങനെ ചെയ്തില്ലേ, ഈ അങ്ങനെയാണ് ഇങ്ങനെയാണ്, അതാ നന്നായി ഇട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഭർത്താക്കന്മാർ സോപ്പിടുന്നതാണ്. അതല്ലെങ്കിൽ എന്താ, അവളുടെ ശരീര സൗന്ദര്യത്തെ പറ്റി വർണ്ണിച്ചുകൊണ്ടിരിക്കുക. അപ്പം അതിൽ പെണ്ണുങ്ങൾ വീഴുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെയുള്ള പ്രകീർത്തനങ്ങളെ കൊണ്ടിട്ടൊക്കെയാണ് ഇതിലെ കഥാപാത്രത്തിന് ചെയ്തിട്ടുള്ളത്, വശംവദയാക്കി വെച്ചിട്ടുള്ളത്. ഈ പ്രശംസകൾ പലപ്പോഴും ആത്മാർത്ഥതയോടെ ആയിരിക്കില്ല. അങ്ങനെ ചെയ്യുന്ന പ്രശംസകളൊന്നും ആത്മാർത്ഥതയോടെ ആയിരിക്കില്ല. സ്വന്തം കാര്യം നേടിയെടുക്കാനുള്ള സൂത്രങ്ങളായും അവ മാറുന്നു. അയാൾക്ക് സ്വന്തം ഇഷ്ടം പോലെ നടക്കാനും എടുക്കാനും പ്രവർത്തിക്കാനുള്ളൊരു സൂത്രപ്പണിയായിട്ടാണ് ഇത് കാണുന്നത്. ഈ കഥയിലെ ഭർത്താവ് വ്യാജ പ്രശംസയിലൂടെ ഭാര്യയെ സന്തോഷിപ്പിക്കുവാൻ ശ്രമിക്കുന്നു. നമ്മുടെ ഈ ശ്രീ ഭഗവതി എന്ന കഥയിലെ ഭർത്താവ് അതാണ് തൻ്റെ സോപ്പിങ്ങിലൂടെ, പ്രശംസയിലൂടെ ഭാര്യയെ തൻ്റെ ചൊൽപ്പടിയിലേക്ക്, തൻ്റെ എന്താണ് പറയുന്ന വശത്തേക്ക് ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അനുസരണയുള്ള വീട്ടുമൃഗത്തെ അയാൾ ഭാര്യയെ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ലേഖനം പറയണത് ഒരു അനുസരണയുള്ള വീട്ടുമൃഗം. നമ്മൾ നായ്ക്കുട്ടികളെയും പശുക്കളെയും ഒക്കെ പോറ്റില്ലേ, നമ്മൾ അവയോട് സ്നേഹിച്ചു കഴിഞ്ഞാൽ അവ നമ്മൾ എന്ത് പറഞ്ഞാലും കേൾക്കുക, അനുസരിക്കുകയൊക്കെ ചെയ്യില്ലേ, അതുപോലുള്ളൊരു വീട്ടുമൃഗത്തെ പോലെയാണ് ഈ ലേഖകൻ എന്ത് ചെയ്യുന്നത്, ഈ ഭാര്യയോട് പെരുമാറുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമ്മളുടെ എന്താണ് കഥാപാത്രത്തിലുള്ള നിരൂപണത്തെ പറ്റിയും പറഞ്ഞു ഒരു കഥയും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ 16-ാം അധ്യായം കഥയും കഥാപാത്രങ്ങളും ശ്രീ ഭഗവതി എന്നുള്ള കഥയും ചാപ്റ്റർ കഴിഞ്ഞു. ഇനി അടുത്തത് പൊന്നുരുക്കുകയാണ് പൂച്ച എന്നുള്ളൊരു കഥ. അതിൽ ആ ജീവിതത്തിൽ ഒരു പാവപ്പെട്ട വൃദ്ധ അമ്മയുടെ ഒരു കഥയാണ് വരുന്നത്. നോക്കിക്കോളൂ. വീട് വിട്ട് നഗരത്തിൽ താമസമാക്കിയ ഒരു മലയാളി കുടുംബത്തിനകത്തെ പ്രശ്നങ്ങൾ ആവിഷ്കരിക്കുന്ന ഒരു കഥയാണ് പൊന്നൊരുക്കുകയാണ് പൂച്ച എന്ന ചെറുകഥ. നമുക്കറിയാം, മലയാളത്തിൽ പൊന്നൊരുക്കുന്നിടത്തിൽ പൂച്ചയ്ക്ക് എന്താ കാര്യം എന്നൊരു പ്രസിദ്ധമായ ഒരു പഴഞ്ചൊല്ലുണ്ട്. അത് പലപ്പോഴും നമ്മളുടെ എല്ലാവരും പല വീടുകളിലും സ്ഥലകാല ഭേദമന്യേ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അപ്പം അങ്ങനെയുള്ള ഒരു പഴഞ്ചൊല്ലോട് കൂടിയാണ് കഥ ആരംഭിക്കുന്നത്. അപ്പം നാട് വിട്ടിട്ട്, അതായത് നാട്ടിൻപുറത്ത് നിന്ന് എന്താ പറയുക നഗരത്തിലേക്ക് വീട് താമസം മാറിയ ഒരു കുടുംബത്തിൻ്റെ ഉള്ളിലെ കഥയാണ് ഇപ്പോൾ ഇതിൽ പറയുന്നത്. പൊന്നൊരുക്കുകയാണ് പൂച്ച എന്ന് പറഞ്ഞത്. ഈ കഥയെ കേരളീയരുടെ ഇന്നത്തെ ജീവിതാവസ്ഥയും മാനസികാവസ്ഥയും പ്രതിഫലിക്കുന്നുണ്ട്. ഇന്ന് നമ്മുടെ കേരളത്തിൽ നടക്കുന്ന, ഓരോ വീട്ടിലും നടക്കുന്ന മാനസികാവസ്ഥയും, പിന്നെന്താണ് പറയുന്നത്, മാനസികാവസ്ഥയും ജീവിത വ്യവസ്ഥയും. ഇന്ന് നമ്മളുടെ ഓരോ വീട്ടിലത്തെയും ജീവിത വ്യവസ്ഥ ഞാൻ പറയണ്ട, നമുക്ക് തന്നെ അറിയാമല്ലേ. നിങ്ങളൊക്കെ ചെറുപ്പം കുട്ടികളായിരിക്കും. നിങ്ങളൊക്കെ ചെറുപ്പം കുട്ടികൾ എന്നെപ്പോലുള്ള വാർദ്ധക്യക്കാരോട് എങ്ങനെയായിരിക്കും പെരുമാറുക എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ അറിയാം. ഞാനിപ്പോൾ പിന്നെ ഇങ്ങനെ നടക്കുന്നതിനെ കൊണ്ട് അങ്ങനെ വല്ലാതെ നിങ്ങളുടേതായിട്ടുള്ള ഇന്നത്തെ സമൂഹത്തിലെ ജനങ്ങളുടെ ആ സ്വഭാവം എന്നിലേക്ക് ഏൽക്കുന്നില്ല. പക്ഷെ നാളെ ആവാനും സാധ്യതയുണ്ട്. പക്ഷെ അങ്ങനെ ഒരു എന്താ പാരമ്പര്യം പോലെ ഇതിങ്ങനെ വളർന്ന് വരികയാണ്. വയസ്സായവരോടുള്ള ചെറുപ്പക്കാരുടെ ആ മനോവികാരം,
അത് എന്തുകൊണ്ടാണെന്നറിയില്ല. പണി ഉണ്ടായിരിക്കും, ജോലി ഉണ്ടായിരിക്കും, ദൂരസ്ഥലത്തായിരിക്കും, മക്കളുണ്ടാവും, ഭാര്യ ഉണ്ടാവും, ഒക്കെ ഉണ്ടാവും എന്ന് വിചാരിച്ച് ആ വീട്ടിലുള്ള അച്ഛനോടോ അമ്മയോടോ അച്ഛമ്മയോടോ അമ്മൂമ്മയോടോ അല്ലെങ്കിൽ അച്ഛനോടോ പിന്നെ അമ്മച്ചനോടോ അവരെ നോക്കണ്ടെന്നാണോ? അവരുണ്ടായിട്ടല്ല നമ്മളൊക്കെ ഈ ഉണ്ടാവുന്നത്. അങ്ങനെയുള്ള അത് അവർ വേണ്ട, അതൊരു സമൂഹത്തിനൊരു ഭാരമാണ് എന്നുള്ളൊരു തോന്നലോട് കൂടിയാണ് ഇന്നത്തെ സമൂഹം ജീവിക്കുന്നത്. അതിൽ ഒട്ടും സംശയമില്ല. പല കാര്യങ്ങളിൽ നിന്നും പലർക്കും പല അനുഭവങ്ങൾ പറഞ്ഞ ടീച്ചർക്ക് എനിക്കല്ല കേട്ടോ, പല അനുഭവങ്ങളിലും ടീച്ചർ പങ്കെടുത്തിട്ടുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റി സംസാരിക്കുന്ന പല കാര്യങ്ങളിലും ടീച്ചർ ഇടപെട്ടോളായതിനെ കൊണ്ടാണ് പറയണത്. 98% വൃദ്ധന്മാരായിട്ടുള്ള ആളുകളുടെ സ്ഥിതി ദയനീയമാണ് നമ്മളുടെ സമൂഹത്തിൽ. നിങ്ങൾ ഒരിക്കലും അത് മറക്കാൻ പാടില്ല. നാളെ നിങ്ങൾക്ക് ഇതേ അവസ്ഥ വരും എന്നുള്ളത് കൂടി നിങ്ങൾ ഓർക്കുക. ഇന്നത്തെ ഈ അവസ്ഥയായിരിക്കില്ലേ ഇതിനും കഠിനമായിരിക്കും നിങ്ങളുടെ കാലത്ത് വരാൻ പോകുന്നത് എന്നൊന്ന് ചിന്തിക്കുക. അപ്പോൾ ഇവിടെയും അതാണ് വരുന്നത്. വീടുകളിൽ വൃദ്ധകൾക്ക് സ്ഥാനം ഇല്ലാതാവുന്നു എന്നത് നാം നിത്യേന എന്നോണം കേൾക്കുന്ന പരാതിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, അതിനെപ്പറ്റി ടീച്ചർ പറഞ്ഞു കഴിഞ്ഞു, ഇനി അതിനെപ്പറ്റി പറയുന്നില്ല. മക്കൾക്ക് അവരുടെ സാമ്പത്തികവും ഔദ്യോഗികമായ ഉയർച്ചയിലാണ് നേട്ടം. നിങ്ങളുടെ ജോലി പ്രശ്നം, നിങ്ങളുടെ ട്രാൻസ്ഫർ, അല്ലെങ്കിൽ നിങ്ങളുടെ എന്താ പറയുക പ്രമോഷൻ, ഇതിലൊക്കെ ആയിരിക്കും നിങ്ങൾ അയ്യോ ഞാൻ ഇവിടത്തേക്ക് എൻ്റെ പ്രമോഷൻ നഷ്ടപ്പെടും, ഇല്ലെങ്കിൽ എനിക്ക് പ്രമോഷൻ കിട്ടി ഇന്ന സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ പോകണം, അപ്പം ഞാൻ അമ്മയ്ക്ക് വയ്യാന്ന് പറഞ്ഞാൽ അവിടെ വീട്ടിൽ ചെന്ന് നിന്നാൽ എൻ്റെ ജീവിതം പോവില്ലേ? ഈ ജീവിതം ഉണ്ടാക്കി കൊടുത്തവളാരാ? ആ അമ്മയല്ലേ? അപ്പം അങ്ങനെയുള്ള ഓരോ ചുറ്റുപാടുകൾ പറഞ്ഞ് അത് വിചാരിച്ച് ഞങ്ങൾ നിങ്ങൾക്കൊരു പന്തയ്യ കയ്യും കാലും കുഴഞ്ഞു പോവുക, അങ്ങനെ എന്തെങ്കിലും ഒരു വയ്യായ വന്നാൽ ഞങ്ങളെപ്പോലുള്ളവർ എന്ത് ചെയ്യും? അത് നിങ്ങൾ മക്കളായ നിങ്ങൾ നോക്കുക എന്നുള്ളത് അത് നിങ്ങളുടെ ഉത്തരവാദിത്വമല്ലേ? അപ്പോൾ അങ്ങനെയുള്ളൊരു കഥയാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ അവർക്ക് അവരുടെ നിങ്ങളെപ്പോലുള്ള മക്കൾക്ക് നിങ്ങളുടേതായിട്ടുള്ള സാമ്പത്തികവും ഔദ്യോഗികമായ ഉയർച്ചയിലുമാണ് നോട്ടം. അച്ഛനും അമ്മയ്ക്കും എന്തായാലും എന്ത്, അച്ഛനും അമ്മയും എന്താ കേട്ടോ, അവരവിടെ ജീവിക്കുമോ, അവരുടെ വീട്ടിൽ സുഖമായിട്ട് ജീവിക്കണം അറിയാം. ചിലപ്പോൾ അച്ഛനും അമ്മയും വെള്ളം കുടിച്ചിട്ടുണ്ടാവില്ല, വെള്ളം കാച്ച അച്ഛനും അമ്മയ്ക്കും പറ്റിയിട്ടുണ്ടാവില്ല, കുടിച്ചെങ്കിൽ കുടിച്ചു, തിന്നെങ്കിൽ തിന്നു എന്നുള്ള മട്ടിൽ അവരവിടെ ജീവിക്കുന്നു. സ്നേഹബന്ധങ്ങൾക്ക് വില കൽപ്പിക്കാത്ത ഒരു സമൂഹമായി കേരളം മാറുകയാണോ? അപ്പോൾ ലേഖൻ ചോദിക്കുകയാണ്, നമ്മളുടെ അച്ഛൻ അമ്മ ആങ്ങളാർ പെങ്ങന്മാർ പിന്നെ അച്ചച്ച അമ്മച്ചൻ ചെറിയച്ഛൻ എന്നൊക്കെ പറഞ്ഞുള്ള ബന്ധങ്ങൾക്ക് യാതൊരുവിധ വിലയും കൽപ്പിക്കാതെ ആയി തീരുകയാണോ നമ്മളുടെ കേരള സമൂഹം എന്നാണ് ലേഖൻ ചോദിക്കുന്നത്. ഇങ്ങനെ കുടുംബസങ്കല്പവുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങൾ ഈ കഥയിൽ നിന്നുയരുന്നുണ്ട്. അപ്പോൾ ആ കഥ മുഴുവൻ വായിച്ചാൽ നിങ്ങൾക്ക് അതിൽ നിന്നുയരുന്ന കുറേ ചോദ്യങ്ങൾ കിട്ടും കേട്ടോ. അതായത് സമൂഹത്തിൽ ഉണ്ടാവുന്ന ചോദ്യങ്ങൾ അതിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടും. ഇനി അതിൽ നിന്ന് പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ് ടീച്ചർ ചോദിക്കാൻ പോകുന്നത് കേട്ടോ. പറഞ്ഞു തരാം. ഞാൻ നാട്ടിൽ ഇനി പോകുന്നേ ഇല്ല, ഈ ഫ്ലാറ്റ് തന്നെ എൻ്റെ നാടും വീടും. വാസുദേവൻ ഇങ്ങനെ തീരുമാനിക്കാൻ കാരണമെന്ത്? അതിൽ കഥാപാത്രത്തിൽ ഒരാളാണ് വാസുദേവൻ. നാട്ടിൻ പുറത്ത് ജീവിച്ചിരുന്നത് കൊണ്ടാണ് തനിക്ക് ഇംഗ്ലീഷ് നന്നായി സംസാരിക്കാൻ പറ്റാത്തതെന്ന് അയാൾ കരുതി. അപ്പോൾ നാട്ടിൻപുറത്തെ ജീവിതമാണ് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റാതെ ആയിരുന്നത്. ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് കൊണ്ട് മാത്രമേ ജീവിക്കാൻ പറ്റുള്ളൂ എന്നാണ് ഇപ്പോൾ കേരളീയരുടെ പ്രധാനപ്പെട്ടൊരു തത്വം. ഇംഗ്ലീഷ് ഉണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റൂ എന്നുള്ളത്. അത് അങ്ങനെ വിചാരിക്കുന്നവർ അങ്ങനെ വിചാരിച്ചോട്ടെ, പ്രശ്നമില്ല. അപ്പോൾ ഈ കുട്ടി അതാണ് പറയുന്നത്, ഞാൻ നാട്ടിൻപുറത്ത് ജീവിച്ചതുകൊണ്ടാണ് എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിവില്ലാതായി തീർന്നത് എന്ന്. അതുകൊണ്ട് നഗരത്തിലെ ഫ്ലാറ്റിലായ ഇംഗ്ലീഷ് സംസാരിക്കുന്നവർ ചുറ്റും നിരവധി ഉണ്ടാവും. അങ്ങനെ തനിക്ക് ഭാവിയിലെങ്കിലും ഇംഗ്ലീഷ് നന്നായി സംസാരിക്കാൻ കഴിയുമെന്ന് അയാൾ വിശ്വസിച്ചു. അപ്പോൾ ഫ്ലാറ്റിലേക്ക് ടൗണിലേക്ക് താമസം മാറ്റിക്കഴിഞ്ഞാൽ ഫ്ലാറ്റുകളിൽ പല പല വലിയ വലിയ ആൾക്കാരൊക്കെ വരില്ല, ഉദ്യോഗസ്ഥന്മാരും അതിൻ്റെ വിദ്യാഭ്യാസമുള്ളവരൊക്കെ വരും. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ അവരുമായിട്ട് ഇംഗ്ലീഷ് സംസാരിച്ച് എനിക്ക് ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യാൻ പറ്റും എന്നാ കുട്ടി വിശ്വസിക്കുന്നു. അപ്പോൾ അങ്ങനെ തനിക്ക് ഭാവിയിലെങ്കിൽ ഇംഗ്ലീഷ് നന്നായി സംസാരിക്കാൻ കഴിയുമെന്ന് അയാൾ വിശ്വസിച്ചു. അതുകൊണ്ടാണ് നാട്ടിൽ പോവാതെ ഫ്ലാറ്റ് തന്നെ നാടും വീടുമാക്കാൻ അയാൾ തീരുമാനിച്ചത്. അപ്പോൾ എന്ത് വിചാരിച്ചു, ശരി എന്നാൽ ഇനി എൻ്റെ വീടും നാടും ഒക്കെ ഈ ഫ്ലാറ്റ് തന്നെ എന്ന് അദ്ദേഹം ആ കുട്ടി വിചാരിച്ച് ഫ്ലാറ്റിൽ തന്നെ താമസം തുടങ്ങി. അങ്ങനെ നാട്ടിൻ പുറത്ത് പോയാൽ മലയാളം സംസാരിക്കേണ്ടി വന്നാലോ എന്നയാൾ ഭയപ്പെട്ടു.
അപ്പം നാട്ടിൻപുറത്തേക്ക് എന്തിനെങ്കിലും ഒരു വീട്ടിലേക്കൊക്കെ പോവാൻ ക്ഷണിച്ചാൽ അയ്യോ എൻ്റെ ഇംഗ്ലീഷ് പോയി പോവുമോ എന്നുള്ളൊരു ഭയം അയാൾക്ക് ഉണ്ടായി തുടങ്ങി. പിന്നെ രണ്ടാമത്തെ, യോഗ്യതകൾ ഉണ്ടായിട്ട് വാസുദേവന് ജോലി കിട്ടാത്തത് എന്തുകൊണ്ട്? നല്ല വിദ്യാഭ്യാസമൊക്കെ ഉള്ള കുട്ടിയാണ്, മറ്റു ജോലി കിട്ടിയില്ല എന്തുകൊണ്ട്? ഇംഗ്ലീഷിൽ അനായാസം കാര്യങ്ങൾ പ്രകടിപ്പിക്കാൻ കഴിയുന്നില്ല. വാചാലമായി സംസാരിക്കുന്നതിനുള്ള വാക്സാമർത്ഥ്യം അയാൾക്കില്ല. ഇംഗ്ലീഷ് അറിയില്ല എന്ന അപകർഷതാബോധം അയാളെ അലട്ടിക്കൊണ്ടിരുന്നു. അതാണ്, എനിക്ക് ഇംഗ്ലീഷൊന്നും ഇൻ്റർവ്യൂവിനൊന്നും ഇംഗ്ലീഷ് സംസാരിക്കാറില്ല. കേരളത്തിലൊക്കെ ഇൻ്റർവ്യൂവിന് എന്നാൽ പച്ച മലയാളം പറഞ്ഞിട്ട് എടുക്കുന്നത് എടുത്താൽ മതി എന്ന് വിചാരിക്കണം. കാരണം നമ്മളുടെ മാതൃഭാഷ മലയാളമാണ്, അതിന് ശേഷമേ ഉള്ളൂ ബാക്കി എല്ലാ ഭാഷയ്ക്കും പ്രാധാന്യം. അപ്പോൾ ഇവന് അങ്ങനെ ഒരു അപകർഷതാബോധം, എനിക്ക് ഇംഗ്ലീഷൊന്നും അറിയില്ലല്ലോ, ഇൻ്റർവ്യൂവിന് ചെന്നാൽ കിട്ടുമോ എന്നുള്ളൊരു അപകർഷതാബോധം കാരണം അവന് ജോലിയൊന്നും കിട്ടിയില്ല. ഇനി വീട്ടിൽ ഇംഗ്ലീഷ് ഭാഷ നടപ്പിലാക്കാൻ വാസുദേവനും ഗോപാലൻ നായരും കണ്ടെത്തിയ മാർഗങ്ങൾ എന്തൊക്കെയാണ്? അപ്പോൾ വീട്ടിൽ എല്ലാവരും മലയാളം സംസാരിച്ചാൽ മതി എന്ന് എല്ലാവരും അങ്ങോട്ട് തീരുമാനിച്ചു. അതെന്തുകൊണ്ടാണ്? വീട്ടിൽ ഇംഗ്ലീഷ് ഭാഷ നടപ്പിലാക്കുക. അമ്മ, അച്ഛൻ, ഇവിടെ വയസ്സായ അമ്മ, മുത്തശ്ശിയാരുണ്ട്, അപ്പം എല്ലാവരും കൂടെ, അമ്മ തന്നെയാണ്, അങ്ങനെ സംസാരിക്കാൻ തുടങ്ങിയാൽ ഭാഷ ശരിയാവുന്നാണ്ട് തീരുമാനിച്ചു. ഈ ജന്മത്ത് മലയാളം പറയില്ല എന്നയാൾ പ്രതിജ്ഞ എടുത്തു. അപ്പം എന്താ ഒരു പ്രതിജ്ഞ എടുത്തു? ഞാൻ എൻ്റെ വായ കൊണ്ട് മലയാളം പറയില്ല എന്നൊരു പ്രതിജ്ഞ എടുത്തു. മലയാളം മാത്രം അറിയാവുന്ന അമ്മയോട് സംസാരം പരമാവധി ഒഴിവാക്കി. നോക്കൂ, ഇംഗ്ലീഷ് അറിയാത്ത അമ്മ, വിദ്യാഭ്യാസമൊക്കെ കുറവായില്ലയോ, അവരോട് സംസാരേ അങ്ങോട്ട് കുറച്ചു. അമ്മയോട് സംസാരം പരമാവധി ഒഴിവാക്കി. ഒരു മുക്കിലോ മൂലയിലോ ഒതുങ്ങി ആശയവിനിമയം, അതായത് അമ്മ എവിടെയെങ്കിലും ഒരു മുക്കിലോ മൂലയിലോ പോയിരിക്കുക, അത്യാവശ്യം വല്ലതും സംസാരിക്കണമെങ്കിൽ ഒന്ന് പോയി സംസാരിക്കുക, അത്രയും ചുരുക്കി വെച്ച് അമ്മയോടുള്ള സംസാരം. ഇംഗ്ലീഷ് അറിയാവുന്ന ഫ്ലാറ്റിലെ മറ്റു വീട്ടുകാരെ വിരുന്നിന് വിളിച്ചു. അപ്പോൾ ഇംഗ്ലീഷ് അറിയുന്നവരൊക്കെ ഉണ്ടാവും, അടുത്തൊക്കെ ഉള്ള വീടുകളിലൊക്കെ ഉണ്ടാവും, അവരെയൊക്കെ ക്ഷണിക്കും, വിരുന്നിന് ക്ഷണിച്ചിട്ടുണ്ട്. അപ്പോൾ അവരടുത്ത് വരുമ്പോൾ സംസാരിക്കാമല്ലോ ഇംഗ്ലീഷ് പരമാവധി സംസാരിക്കാൻ അവസരം സൃഷ്ടിച്ചു. അങ്ങനെ പല വിധത്തിലും അവൻ ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യാൻ അവസരങ്ങൾ ഒരുക്കിക്കൊണ്ടിരുന്നു. കുടുംബത്തിൽ നിന്ന് അമ്മാളുവിനെ വ്യത്യസ്തയാക്കുന്ന സവിശേഷതകൾ എന്തൊക്കെ? അമ്മാളു പറഞ്ഞാൽ അവരുടെ അമ്മയാണ്, ആ കുട്ടിയുടെ അമ്മയാണ്, ഗോവിന്ദൻ്റെ അമ്മയാണ്. അവളെ വ്യത്യസ്തമാക്കുന്ന സവിശേഷതകൾ എന്തൊക്കെ? അമ്മേനെ വേർപെടുത്തുക. അതായത് ചില കുട്ടികൾ കാണല്ലോ, വിരുന്നുകാരൊക്കെ വന്നു കഴിഞ്ഞാൽ അമ്മമാർ വന്ന് എന്താ സംസാരിക്കുമ്പോഴേക്കും, നിങ്ങൾ അത് ഇരുന്നോളി, നിങ്ങളെന്തിനാ ഇവിടെ ഈ കൂട്ടത്തിൽ, നിങ്ങളെന്താ സംസാരിക്കാനാന്നൊക്കെയുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്ന പല മക്കളും ഉണ്ട്. അപ്പോൾ അങ്ങനെ ഈ സ്ത്രീയെയോ അതിൽ നിന്ന് വ്യത്യസ്തമാക്കി നിർത്തി. അപ്പോൾ സാധുപ്രകൃതിയായ സ്ത്രീ, വലിയ ആഗ്രഹമൊന്നും ഇല്ല. അപ്പോൾ അമ്മയുടെ ആ കുടുംബത്തിൽ നിന്ന് അമ്മാളുവിനെ വ്യത്യസ്തയാക്കുന്ന സവിശേഷതകൾ എന്തൊക്കെയെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ സാധുപ്രകൃതിയായ സ്ത്രീ, വലിയ ആഗ്രഹമൊന്നുമില്ല, പൊങ്ങച്ചമില്ല, തനിക്കറിയാവുന്ന കാര്യങ്ങളെക്കുറിച്ച് മാത്രമേ സംസാരിക്കുകയുള്ളൂ, ഗ്രാമജീവിതത്തിൻ്റെ ഓർമ്മകൾ കൈവിടുന്നില്ല, പിന്നെ തൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾ മറ്റുള്ളവർ അംഗീകരിച്ചു കൊള്ളണമെന്ന ചിന്തയുമില്ല, തൻ്റെ ആധിപത്യം സ്ഥാപിക്കുന്നതിലും താല്പര്യമില്ല. ഓക്കെ, നല്ല അമ്മ. എന്തൊക്കെയാണ് ആ അമ്മയുടെ ഗുണം നോക്കൂ. തൻ്റെ സാധുപ്രകൃതിയായ സ്ത്രീയാന്ന് പറഞ്ഞു, പിന്നെ വലിയ ആഗ്രഹമൊന്നും ഇല്ല അവർക്ക്, പിന്നെ പൊങ്ങച്ചമില്ല, തനിക്കറിയാവുന്ന കാര്യങ്ങളെക്കുറിച്ച് മാത്രമേ സംസാരിക്കുകയുള്ളൂ. അല്ല, ആര് സംസാരിക്കുകയാണെങ്കിലും അവർക്ക് എന്തറിയുന്നുവോ അതിനെപ്പറ്റി മാത്രമേ സംസാരിക്കുകയുള്ളൂ. ഗ്രാമജീവിതത്തിൻ്റെ ഓർമ്മകൾ കൈവിടുന്നില്ല. അവർ ഗ്രാമത്തിലിരുന്നല്ലോ എപ്പോഴല്ലേ ഫ്ലാറ്റിലേക്ക് വന്ന, അതുകൊണ്ട് ആ ജീവിതം അവരൊരിക്കലും തന്നെ മറക്കുന്നില്ല. പിന്നെ തൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾ മറ്റുള്ളവർ അംഗീകരിച്ചു കൊള്ളണമെന്ന ചിന്തയുമില്ല. ഇപ്പം അച്ഛനായാലും ശരി, മകനായാലും ശരി, അമ്മയുടെ ആഗ്രഹങ്ങൾ അനുവദിക്കണം അല്ലെങ്കിൽ അംഗീകരിച്ചു കൊള്ളണം എന്നുള്ള ഒരു ചിന്തയുമില്ല. അതാണ് നല്ലത്. അങ്ങനത്തെ അമ്മമാരായിരിക്കണം. തൻ്റെ ആധിപത്യം സ്ഥാപിക്കുന്നതിലും താല്പര്യമില്ല. അപ്പം ഞാൻ അമ്മയാണ്, ഞാൻ പറയുന്നതേ മക്കളെ കേൾക്കാവൂ, അച്ഛൻ കേൾക്കാവൂ എന്നുള്ള ആധിപത്യ സ്ഥാപിക്കാനും അവർക്ക് ആഗ്രഹമില്ല. അങ്ങനെയുള്ള ഒരു അമ്മയായിരുന്നു ആര്? ഗോവിന്ദൻ്റെ അമ്മ. ഇനി ഒരു ചോദ്യം കൂടെ ഉണ്ട്. വലിയ കാര്യങ്ങൾ ചിന്തിക്കാൻ ഇംഗ്ലീഷ് തന്നെ വേണം, ഇത് അംഗീകരിക്കാനാവുന്ന ഒരു പ്രസ്താവനയാണോ? അവർ പറയുന്നതാണ്, ആര്? ഗോവിന്ദനും അച്ഛനൊക്കെ പറയുന്നതാണ്, വലിയ വലിയ കാര്യങ്ങൾ ചിന്തിക്കാൻ ഇംഗ്ലീഷ് പഠിക്കണമെന്ന്. ഇംഗ്ലീഷ് പഠിച്ചില്ല വലിയ കാര്യങ്ങളൊന്നും ചിന്തിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അത് ശരിയായ ഒരു പ്രസ്താവനയാണോ എന്നാണ് ചോദിക്കുന്നത്. പരീക്ഷകൻ പറയുന്ന വാക്യമാണിത്.
തെറ്റായ പാടുകളാണ് പണ്ഡിതനെന്നു പറയപ്പെടുന്ന, അതായത് തോന്നിക്കുന്ന അയാൾ ഉന്നയിക്കുന്ന. അപ്പം അത് അവിടെ നോക്കൂട്ടോ, തെറ്റായ കാഴ്ചപ്പാടാണ് ഇയാൾ പറയുന്നത്. അയാൾക്ക് സ്വയം ഞാനൊരു പണ്ഡിതനാണെന്നുള്ളൊരു തോന്നലുണ്ട്. പക്ഷെ അങ്ങനെ പണ്ഡിതനാണെന്ന് തോന്നിയ ആ വ്യക്തിയുടെ കാഴ്ചപ്പാടാണ് എന്ത് വലിയ വലിയ കാര്യങ്ങൾ ചിന്തിക്കണമെങ്കിൽ, ആലോചിക്കണമെങ്കിൽ, വിചാരിക്കണമെങ്കിൽ ഇംഗ്ലീഷ് അറിഞ്ഞേ പറ്റുള്ളൂ എന്ന്. അപ്പോൾ വലിയ കാര്യങ്ങൾ, ചെറിയ കാര്യങ്ങൾ എന്നൊക്കെയുള്ള തരംതിരിവ് തന്നെ അർത്ഥമില്ലാത്തതാണ്. നോക്ക്, വലിയ കാര്യങ്ങൾ, അങ്ങനെ ഒരു കാര്യം ജീവിതത്തിൽ ഉണ്ടാവുമായിരിക്കും, ഇല്ലാറില്ല. അതേപോലെ ചെറിയ കാര്യങ്ങൾക്ക് മാത്രമുണ്ട്. അപ്പോൾ അതന്നെ അവിടെ ഒരു വ്യക്തമല്ലാത്ത ഒരു കാര്യമാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. എന്തൊക്കെയുള്ള തരംതിരിവ് തന്നെ അർത്ഥമില്ലാത്തതാണ്. ഏത് കാര്യവും എളുപ്പത്തിൽ ആവിഷ്കരിക്കുവാൻ മാതൃഭാഷയാണ് നല്ലത്. ഇപ്പം ഏത് കാര്യവും മാതൃഭാഷയിലൂടെ, ഇപ്പോൾ ഒരു അന്യഭാഷ പഠിക്കുകയാണെങ്കിൽ അത് മാതൃഭാഷയിലൂടെ കുട്ടികളെ മനസ്സിലാക്കി കൊടുക്കണം എന്നാണ് ഞാനൊക്കെ എൻ്റെ BEd സമയത്ത് പഠിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ളതൊക്കെ ഇപ്പോൾ മാറിയിട്ടുണ്ടാവും. ഇപ്പോഴത്തെ കാലത്ത് കുട്ടികൾക്ക് പഠിപ്പിക്കുന്നതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഞാനൊന്നും പഠിച്ച പോലെയല്ല, ഞാൻ പഠിപ്പിച്ച പോലെയല്ല ഇപ്പോൾ പഠിപ്പിക്കുന്നത് കേട്ടോ. അതുകൊണ്ടാണ് എല്ലാവരും ഫുൾ A+ ഇപ്പോൾ പഠിക്കുന്നത്. എന്നാൽ കുട്ടികൾക്ക് അക്ഷരമൊട്ട് അറിഞ്ഞും കൂടെ പോട്ടെ. മാതൃഭാഷയാണ് നല്ലത്. പറയാനും മനസ്സിലാക്കാനും ചെറുപ്പം തൊട്ടറിയുന്ന ഭാഷ തന്നെയാണ്. മാതൃഭാഷയിലൂടെ ചില കാര്യങ്ങൾ വ്യക്തമാക്കാനാവില്ലെന്ന് പറയുന്ന ആളുകളുടെ കുറവ് കൊണ്ടാണ് അത് പറയുന്നത്. അപ്പം ഈ അമ്മയുടെ വായിൽ നിന്ന് കേൾക്കുന്ന ഭാഷ ഏതാണോ അതാണ് മാതൃഭാഷ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ കിട്ടുന്ന ഭാഷയെ എന്താ പറയുക, തട്ടി മാറ്റിയിട്ട് അന്യഭാഷയാണ് ഏറ്റവും വലിയ കാര്യങ്ങൾ പഠിക്കാൻ അതേ പറ്റുള്ളൂ എന്ന് പറയുന്നത് ആ വ്യക്തിയുടെ വിവരക്കേടാണ്, അറിവില്ലായ്മയാണെന്നാണ് ലേഖകൻ പറയുന്നത്. ഇപ്പോൾ പോരായ്മയുള്ള ഭാഷയാണെന്ന് പറയുന്നത് കഥാപാത്രത്തിൻ്റെ അറിവില്ലായ്മയോ പൊങ്ങച്ചത്തെയോ ആണ് വെളിപ്പെടുത്തുന്നത്. അപ്പോൾ ഈ സംസാരം ആ പറഞ്ഞ കഥാപാത്രത്തിൻ്റെ അറിവില്ലായ്മയോ അല്ലെങ്കിൽ പൊങ്ങച്ചമോ ആണ് വെളിപ്പെടുത്തുന്നത് എന്നാണ് ലേഖകൻ പറയുന്നത്. അപ്പോൾ അതും കഴിഞ്ഞു കേട്ടോ. രണ്ടാമത്തെ ആ പാഠവും കഴിഞ്ഞു. പ്രധാനപ്പെട്ട ചോദ്യങ്ങളൊക്കെ തന്നു. അത് വിചാരിച്ചത് മാത്രമേ നോക്കാവുള്ളൂ എന്നല്ല കേട്ടോ. എന്നാൽ പാഠം വായിക്കണം, എല്ലാ ക്വസ്റ്റ്യൻ ആൻസറുകളും നോക്കും വേണം. ഇനി അജഗജാന്തരം, നിങ്ങളൊക്കെ അധികകാലം ആയിട്ടില്ല എങ്കിൽ ഈ അജഗജാന്തരം എന്നുള്ളൊരു കഥ നിങ്ങൾ 10ാം ക്ലാസ്സിലാണോ 9ലാണോ ഓർമ്മയില്ല പഠിച്ചിട്ടുണ്ടാവും, മലയാളം സെക്കൻഡിൽ. അജഗജാന്തരം ഒരു പഴഞ്ചൊല്ലാണ്. അജഗജാന്തരം എന്ന് പറഞ്ഞാൽ അജെന്ന് പറഞ്ഞാൽ ആന, അജെന്ന് പറഞ്ഞാൽ ആട്, ഗജെന്ന് പറഞ്ഞാൽ ആന. ആടും ആനയും തമ്മിലുള്ള വ്യത്യാസം. ആട് എന്ന് പറഞ്ഞാൽ എന്താ, തിരി പോകുന്ന സാധനമല്ല. ആന എന്ന് പറഞ്ഞാൽ വലിയൊരു സാധനമാണ്. വലിയ വ്യത്യാസമുള്ള സന്ദർഭങ്ങളിൽ നമ്മൾ പറയുന്നതാണ്. അത് ഇതും കൂടെ അജഗജാന്തര വ്യത്യാസമുണ്ട് എന്ന് നമ്മൾ പറയുന്നത്. ഇവിടെ അജഗജാന്തരം എന്നത് മലയാളത്തിലെ ഏറെ പ്രചാരമുള്ള ഒരു ശൈലിയാണ്. ആടും ആനയും തമ്മിലുള്ള അന്തരം വലുതാണ് എന്ന് വ്യക്തമാക്കുന്നു. ഈ അർത്ഥത്തിൽ കഥയിൽ സാങ്കത്യമുണ്ടെങ്കിലും ആനയെ മേയ്ക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായി ആടിനെ മേയ്ക്കുന്നതിലും കഷ്ടപ്പാട് ഏറെയുണ്ടെന്ന് കഥ ബോധ്യപ്പെടുത്തുന്നു. അപ്പം ഇത് തമ്മിൽ വ്യത്യാസം, ആനയെ മേയ്ക്കുന്നത് ആടിനെ മേയ്ക്കുന്നതും. ഇല്ല, കഥയിലെ നാണുക്കുട്ടൻ ആനയുടെ പാപ്പാനായിരുന്നു. കുറേ ആനയെ മേയ്ച്ച് കഴിഞ്ഞപ്പോൾ അവന് പെട്ടെന്ന് തോന്നുന്നു ഒരാടിനെ മേടിച്ച് മേച്ചാൽ എന്താ എന്ന് തോന്നുകയാണ് ചെയ്യുന്നത്. അങ്ങനെ മനയിൽ നിന്ന് പോരുകയാണെന്ന് പറഞ്ഞാൽ അപ്പം ആ മനയിലെ നമ്പൂതിരിയൊക്കെ അത്ഭുതപ്പെടുന്നുണ്ട്. ആനേനെ മേയ്ക്കുന്ന, അത്രയും വലിയൊരു മൃഗത്തെ മേയ്ക്കുന്ന, ആടിനെ മേയ്ക്കാൻ പോകുന്ന എന്തുകൊണ്ടെന്നൊക്കെ സംശയമുണ്ട്. അതൊക്കെ വിട്ടെറിഞ്ഞ് അവൻ വരികയാണ്. അവൻ പലരോടും പല ആവശ്യങ്ങളുമാണ്, കാരണങ്ങളുമാണ് അവൻ എന്ത് ചെയ്തിട്ടുള്ളത്, ആ ആനേനെ വിട്ടിട്ട് ആട് മേയ്ക്കുന്നതിനെ പറ്റി പറഞ്ഞിട്ടുള്ളത്. അപ്പം അങ്ങനെ ആനയേക്കാൾ ഭേദം ആടാണ് എന്ന് നമ്മളുടെ നാണുക്കുട്ടി ചെയ്യുന്നത്. ആടിനെ മേയ്ക്കുന്നതിനും കഷ്ടപ്പാട് ഏറെയുണ്ടെന്ന് കഥ ബോധ്യപ്പെടുത്തുന്നു. ഇപ്പോൾ ഒരു ആടിനെ കൊണ്ടുവന്ന ആനേനെക്കാട്ടിലും ആട വളർത്താന്നുള്ളത് നമുക്ക് ആ കഥയിൽ നിന്ന്. എന്നാൽ ആടാണ് ആനയേക്കാൾ ഭേദമെന്ന് തത്വചിന്താപരമായി സ്ഥാപിക്കുകയും ചെയ്യുന്നു ഈ കഥ. എന്നാൽ തത്വചിന്താപരമായിട്ട് അതിന് പല ഉദാഹരണങ്ങളിൽ വരുന്നുണ്ട്. ആടാകുമ്പോൾ നമ്മൾ പിടിച്ചോടത്തിലും പറഞ്ഞോടത്തിലും കിട്ടും. ഒരു ആനയാണെങ്കിൽ ഒരിത്തിരി ദേഷ്യം വന്നാൽ ആ പാപ്പാനെ ചവിട്ടി അരയ്ക്കും. അപ്പം ആ പേടിയൊന്നും എന്തിലില്ല, ആടിനെ വളർത്തുമ്പോൾ ഉണ്ടാവില്ല എന്ന് കുറേ കാര്യങ്ങളൊക്കെ അതിൽ പറയുന്നുണ്ട്.
നാണുക്കുട്ടിയുടെ ആശ കേട്ട് തിരുമേനി ഞെട്ടിയതൽ എന്തുകൊണ്ട്? നാണുക്കുട്ടി അതിസമർത്ഥനായ പാപ്പാനാണ്. മനയിലെ അന്തസ്സായിരുന്ന ആനകളിൽ ഒന്നായിട്ടാണ് നാണുവിനെയും എണ്ണിയിരുന്നത്. ആ പാപ്പാനാണിപ്പോൾ ആന വേണ്ട ആട് മതി എന്ന് പറയുന്നത്. അതാണ് തിരുമേനി ഞെട്ടിയത്. അപ്പോൾ ഈ നാണുക്കുട്ടിയുടെ കഴിവുകൊണ്ട് നാണുക്കുട്ടീനെ പാപ്പാൻ എന്നല്ല വിളിക്കുക, അവിടെ പേര് കേട്ട ഒരു ആനയുടെ പേരാണ് നാണുക്കുട്ടീനെ വിളിച്ചിരുന്നത്. അങ്ങനെയുള്ളവനാണ് ആട് മേയ്ക്കണം എന്ന് പോകാൻ തീരുമാനിച്ചത്. അപ്പം അതുകൊണ്ടാണ് തിരുമേനി ഞെട്ടിയത്. ഈ വയസ്സുകാലത്ത് നിറത്തേലൊരു ഭ്രമം, വയസ്സുകാലത്ത് നിറത്തേലൊരു ഭ്രമം എനിക്ക്, അതായത് നാണുക്കുട്ടി പറയണേ എനിക്ക് വയസ്സായി, ഇനിയിപ്പോൾ നിറത്തുമിലേക്കൊരു ഭ്രമം. അതെന്താന്ന് നോക്കൂ, ആശയമെന്ത്? ആടിനെ മേയ്ക്കാൻ ആഗ്രഹമുണ്ടായതിന് പിന്നിലെ കാരണത്തെക്കുറിച്ച് നാണുക്കുട്ടി പലരോടും പലതും പറയുന്നുണ്ട്. കാര്യസ്ഥൻ കേശു നായരോട് പറയുന്ന മറുപടിയാണിത്. കറുത്ത ആനയെ മേയ്ച്ചു മടുത്തു, ഇനി ഒരു വെളുത്ത മൃഗത്തെ മേയ്ക്കണമെന്ന് എന്നാണ് ആശ. ആ പറഞ്ഞു, ആന കറുത്തിട്ടല്ലേ, വലുതാണെങ്കിലും ശരി കറുത്ത ആനയാണ്, ഇനി കറുത്തതിനെ മേയ്ച്ച് എനിക്ക് മടുത്തു, ഇനി ഒരു വെളുത്ത മൃഗത്തെ മേയ്ക്കാനാണ് ആഗ്രഹമെന്നാണ് കേശു നായരോട് പറഞ്ഞ കാരണം. ആടിനെ മേയ്ക്കാൻ എന്താ കാരണം എന്ന് വെച്ചവർ. ഇനി അടുത്തത്, നാണുക്കുട്ടിയുടെ ഭാര്യ കമ്പോളത്തിൽ നിന്ന് നിറകണ്ണുകളോടെ മടങ്ങിയത് എന്തുകൊണ്ട്? എന്താണ് കാരണം? കവലയിലേക്ക് ഇറങ്ങിയ നാണുക്കുട്ടിയുടെ പാപ്പാൻ്റെ പുതിയ മോഹത്തെക്കുറിച്ച് ആൾക്കാർ പലതും പറയുന്നത് കേട്ടു. അതാണ് നിറകണ്ണുകളോടെ അവൾ കമ്പോളത്തിലേക്ക് നിന്നും മടങ്ങിയത്. അപ്പോൾ കമ്പോളത്തിൽ ചെന്നപ്പോൾ ആടിനെ മേയ്ക്കണം, ആനേനെ മേയ്ച്ച് നടന്നപ്പോൾ ഒരു കുഞ്ഞാടിനെയും കൊണ്ട് നടക്കണു എന്നൊക്കെയുള്ള പലതരത്തിലുള്ള പരിഹാസ വാക്കുകൾ കേട്ടപ്പോൾ അവൾക്ക് സങ്കടം വന്നു. അതാണ് അവൾ അങ്ങാടിയിൽ നിന്ന് നിറകണ്ണുകളോടെ തിരിച്ചു വന്നത്. ഇനി അത്തരം പ്രതികാര ബുദ്ധി ആടുകൾക്കില്ല. എത്തരം? പാപ്പാനോട് ആനയ്ക്ക് അല്പമെങ്കിലും നീരസമുണ്ടായാൽ അത് ആന ഓർത്തിരിക്കും. നിങ്ങൾക്കറിയില്ല ആനയ്ക്ക് ചട്ട കോട്ട് കിട്ടിയ മാതിരിയെന്ന്. ആനയ്ക്ക് തേങ്ങ പൊട്ടിച്ച് പാപ്പാൻ കൊടുക്കുമ്പോൾ അതിൻ്റെ മേലെ എവിടെയെങ്കിലും ചെറിയ ചട്ട കഷ്ണം കിട്ടിയാൽ അത് കോട്ടിൽ വെച്ചിരിക്കും. തേങ്ങയൊക്കെ തിന്നും, പക്ഷെ അത് കോട്ടിൽ വെച്ചിരിക്കും. എന്നിട്ട് അവസരം കിട്ടുമ്പോൾ അതെടുത്ത് പാപ്പാനെ എറിയുന്നൊക്കെയാ പറയാം. അത്രയും ഒരു ബുദ്ധിയാണ്, എന്തായാലും പറയുക, കുനിഷ്ഠ ബുദ്ധിയുള്ള ജീവിയാണ് ആന. പകരം വിട്ടു എന്തിനും. പ്രതികാര ബുദ്ധി ആടുകൾക്കില്ല. അപ്പം നാണുക്കുട്ടി അതാണ് പറഞ്ഞത്, ആനയോളം പ്രതികാര ബുദ്ധി ആടുകൾക്കില്ല എന്ന് പറയുന്നത്. ശേഷിച്ച ആയുസ് മരണഭയം കൂടാതെ ജീവിക്കണം എന്ന് നാണുക്കുട്ടിക്ക് തോന്നി. അപ്പം ഇനി കുറേ വയസ്സായില്ല, ഇനിയെങ്കിലും മരണഭയമില്ലാതെ ഏതെങ്കിലും ഒരു മൃഗത്തെ വളർത്തി ജീവിക്കണം ആനയല്ലാതെ എന്നവൻ പറയുന്നു. നാണുക്കുട്ടിയുടെ പുതിയ ആഗ്രഹത്തോട് സമൂഹം എങ്ങനെ പ്രതികരിക്കുന്നു? നാണുക്കുട്ടിയുടെ ഈ പുതിയ ആഗ്രഹത്തോട് നമ്മളുടെ സമൂഹം എങ്ങനെ പ്രതികരിക്കുന്നു? നാണുക്കുട്ടി ആടിനെ മേയ്ക്കാൻ വേടിച്ചതിന് പിന്നിൽ പല കാരണങ്ങളുണ്ടാവാം. വെളുത്ത മൃഗത്തെ മേയ്ക്കാൻ കൊതി, വീട്ടിൽ തന്നെ കഴിയാനുള്ള ആഗ്രഹം, ആട്ടിൻപാൽ ആരോഗ്യത്തിന് നല്ലത്, ഇങ്ങനെ പല കാരണങ്ങളും നാണുക്കുട്ടി പലരോടും പറയുന്നുണ്ട്. ആട് തൻ്റേത് മാത്രമെന്ന ചിന്ത നാണുക്കുട്ടിയെ സന്തോഷവാനാക്കുന്നുമുണ്ട്. മനുഷ്യൻ്റെ മനസ്സ് ഏതൊക്കെ വഴിയിലൂടെ സഞ്ചരിക്കുക എന്ന് കൃത്യമായി പറയാനാവില്ല. നാണുക്കുട്ടിയുടെ മനസ്സ് അത്തരത്തിലൊന്നാണ്. അപ്പോൾ നാണുക്കുട്ടി ആനേനെ വിട്ട് ആടിനെ മേയ്ക്കാൻ തുടങ്ങുന്നതിന് പല കാരണങ്ങളുണ്ട്. എന്തൊക്കെയാ നോക്കൂ. ആടിനെ മേയ്ക്കാൻ മേടിച്ചതിന് പിന്നെ എന്തൊക്കെയാണ് ഉള്ളതെന്ന് നോക്കൂ. വീട്ടിൽ തന്നെ കഴിയാനുള്ളത്, വെളുത്ത മൃഗത്തെ മേയ്ക്കാനുള്ള കൊതി, പിന്നെന്താ, ആട്ടിൻപാൽ ആരോഗ്യത്തിന് നല്ലതാണെന്നുള്ള ഒരു കാരണം. പിന്നെ പല കാരണങ്ങളും നാണുക്കുട്ടി പറയുന്നു, പലരോടും പല വിധത്തിൽ പറയുന്നത്. ആട് തൻ്റേത് മാത്രമാണെന്ന് പറയാം. ആന എന്ന് പറഞ്ഞാൽ മനക്കിലെ ആനയല്ല, ഈ ആടാണ് എൻ്റേതാണെന്ന് പറയാനുള്ള ഒരു കൗതുക സന്തോഷം എന്തോന്ന് ചിന്ത ആൺകുട്ടിയെ സന്തോഷമാണ്. മനുഷ്യൻ്റെ മനസ്സ് ഏതൊക്കെ ദിശയിലൂടെ വഴിയിലൂടെ സഞ്ചരിക്കുമെന്ന് കൃത്യമായി പറയാനാവില്ല. മനുഷ്യൻ്റെ മനസ്സ് ഏതൊക്കെ വഴിയിലേക്ക് നീങ്ങും എന്ന് നമുക്ക് ആർക്കും പറയാൻ പറ്റില്ല, അവനവൻ തന്നെ പറയാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് നാണുക്കുട്ടിയുടെ മനസ്സ് എവിടെയൊക്കെ സഞ്ചരിച്ചു എന്ന് നമുക്ക് പറയാനാവില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയുമാണ് അജഗജാന്തര എന്ന കഥയിൽ പറയുന്നത്. എല്ലാ പാഠത്തിലും പറഞ്ഞ പോലെ ടീച്ചർ അതിലെയും അത്യാവശ്യം കൊള്ളാവുന്ന ക്വസ്റ്റ്യനൊക്കെ എടുത്ത് തന്നിട്ടുണ്ട്, വായിച്ചു നോക്കുക കഥ കേട്ടോ. ഇനി കർണപർവം. നാടകം ജീവശ്വാസമായി കണ്ട സെബാസ്റ്റ്യൻ എന്ന ഒരു സാധാരണക്കാരൻ്റെ കഥയാണ് കർണപർവം. 3 മക്കളെയും സമ്മാനിച്ച് ഭാര്യ മരിച്ചു.
മക്കൾക്കായി മറ്റൊരു വിവാഹം കഴിക്കാതെ അയാൾ ജീവിച്ചു. നാടകമായിരുന്നു അയാളുടെ ഏക ദൗർബല്യം. കലാക്ഷേത്ര എന്ന പേരിൽ നാടക ഗ്രൂപ്പ് രൂപീകരിച്ചു. കലാക്ഷേത്ര അവതരിപ്പിച്ച കർണൻ എന്ന നാടകവും കാഴ്ചക്കാരുടെ ഉള്ളിൽ നിറച്ച അഭിനയവും അയാൾക്ക് കർണൻ സെബാസ്റ്റ്യൻ എന്ന പേരും സമ്മാനിച്ചു. അവിചാരിതമായി കൊണ്ടു നടന്ന നാടക സംഘം അടച്ചുപൂട്ടാൻ നിർബന്ധിതനായി. അപ്പോൾ സെബാസ്റ്റ്യൻ്റെ കഥയാണ്. അദ്ദേഹത്തിന് നാടകത്തിനോട് വലിയ ഭ്രമമായിരുന്നു. അങ്ങനെ അദ്ദേഹം ഒരു നാടക ഗ്രൂപ്പ് ഉണ്ടാക്കി. അതിൽ എന്താ പേരിട്ടത്? കലാക്ഷേത്ര എന്ന പേരിലാണ് ആ നാടക ഗ്രൂപ്പ് തുടങ്ങിയത്. നാടകമൊക്കെ തുടങ്ങി കുറേ നാടകമൊക്കെ കളിച്ചു. അതിൽ കർണനായിട്ടാണ് സെബാസ്റ്റ്യൻ കളിച്ചിരുന്നത്. ആ കഥാപാത്രത്തെ എന്ന് അവതരിപ്പിച്ചിരുന്നത്. അതുകൊണ്ട് സെബാസ്റ്റ്യൻ കർണൻ എന്നുള്ള പേരും വന്നു. പക്ഷേ എന്തോ ഒരു അപകട സാധ്യത കൊണ്ടിട്ട് കുറേ കാലം കഴിഞ്ഞപ്പോൾ ആ നാടക ഗ്രൂപ്പ് അടച്ചു പൂട്ടേണ്ടി വന്നു. അപ്പോൾ അതാണ് അതിലെ കഥകൾ വരുന്നത്. ഇനി ആ കഥയിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ നോക്കുക. അപ്പൻ ഈ കാണിച്ച പണി ഒരപ്പനും മക്കളോട് കാണിക്കാൻ പാടില്ലാത്തതായിരുന്നു. എന്താണ് അപ്പൻ കാണിച്ച പണി? മക്കൾ പറഞ്ഞതാണ്. സെബാസ്റ്റ്യൻ ഹോം നേഴ്സിന് മക്കൾക്കെല്ലാം കൂടി ഓഹരി വെക്കേണ്ട 2 ഏക്കർ പറമ്പ് ഇഷ്ടദാനമായി എഴുതി കൊടുത്തു. വയസ്സുകാലമായപ്പോൾ അതിനെ നോക്കാൻ വെച്ച ഹോം നേഴ്സിന് അയാൾ എന്ത് ചെയ്തു? തൻ്റെ ഭൂമിയിൽ നിന്ന് 2 ഏക്കർ ഭൂമിയായിട്ട് എഴുതി കൊടുത്തു. അതാണ് അപ്പൻ ഈ കാണിച്ച പണി ഒട്ടും ശരിയായില്ല എന്ന് മക്കൾ പറഞ്ഞത്. ഇനി കർണപർവ്വതത്തിലെ അപ്പൻ കവലയിൽ ഇറങ്ങി കാട്ടിക്കൂട്ടിയത് എന്തൊക്കെ? അങ്ങനെ ഒരു ദിവസം നമ്മളുടെ സെബാസ്റ്റ്യൻ കവല എന്നാൽ അങ്ങാടിയിൽ ഇറങ്ങിയിട്ട് എന്തൊക്കെയാണ് പരാക്രമങ്ങൾ കാട്ടിക്കൂട്ടിയതെന്ന് നോക്കാം. നാടകത്തിലെ മാർച്ചട്ടയും കവചകുണ്ടലങ്ങളും മണിവാളും പിടിച്ച് കവലയിൽ ചെന്നു. അപ്പോൾ കർണൻ്റെ ആ വേഷമാണ് കേട്ടോ. പടച്ചട്ട എന്നാൽ ശരീരത്തിന് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് നേരിയ ലോഹം കൊണ്ടുണ്ടാക്കിയൊരു ചട്ട ഉണ്ടാവും. പിന്നെ എന്താ കവചകുണ്ടലം, കാതിലൊക്കെ എന്താ പറയുക കമ്മലുണ്ട്. പിന്നെ ഒരു കുണ്ടലം. കവചം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ പടച്ചട്ടയാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ കുണ്ടലം അദ്ദേഹത്തിന് ജന്മനാ സൂര്യഭഗവാൻ കൊടുത്തൊരു കുണ്ടലം കമ്മലാണ്. അപ്പോൾ അതൊക്കെ ഇട്ടിട്ട് കർണൻ്റെ വേഷം കെട്ടിയിട്ടാണ് അച്ഛൻ അവിടെ ചെല്ലുന്നത്, അങ്ങാടിയിൽ ചെല്ലുന്നത്. ചെറിയ വാച്ചും ചെറിയ മോതിരവും പൈസയും കണ്ണിൽ കണ്ടവർക്കൊക്കെ ദാനം കൊടുത്തു. അപ്പം അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന വാച്ചും മോതിരവും അങ്ങനെയുള്ളതൊക്കെ അദ്ദേഹം കാണുന്നവർക്കൊക്കെ ദാനം കൊടുത്തു. എടാ ജരാസന്ധ, ധ്രുപദ, നീ എൻ്റെ വാളിൻ്റെ മൂർച്ച എറിയാൻ പോകുന്നു എന്ന് പറഞ്ഞ് കവലയിൽ നിന്നവരെ തല്ലാൻ ഓടിച്ചു. അപ്പോൾ എന്താ പറയുക, സ്വബുദ്ധി നഷ്ടപ്പെട്ട ഒരവസ്ഥയാണ് അദ്ദേഹം കാണിച്ചത്. അതായത് സ്വബോധത്തോടുകൂടി അങ്ങനെ ചെയ്യില്ലല്ലോ. അപ്പോൾ കാണുന്നവരൊക്കെ ധ്രുപദ എന്നൊക്കെ വിളിച്ചു കഴിഞ്ഞിട്ട് പിന്നാലെ ഓടിച്ചെന്ന് എൻ്റെ വാളിൻ്റെ മൂർച്ച നീ അറിയണമെന്ന് വെച്ചിട്ട് അങ്ങാടിയുള്ളവരൊക്കെ ഓടിക്കാൻ തുടങ്ങി. അതായിരുന്നു അദ്ദേഹം കവലയിലിറങ്ങി കാണിച്ച പരാക്രമങ്ങളൊക്കെ. ഇനി 3ാമത്തെ ചോദ്യം, വാർദ്ധക്യത്തിൻ്റെ ഒറ്റപ്പെടൽ കർണപർവ്വം എന്ന കഥയിൽ ആവിഷ്കരിച്ചിരിക്കുന്നത് എങ്ങനെ? വാർദ്ധക്യത്തിൽ ഇപ്പം മറ്റേ കഥയിലും നമുക്ക് ഇതുപോലെ ഒരു അനുഭവം ഉണ്ടായി. ഇവിടെയും ഇത് തന്നെയാണ് കേട്ടോ. വാർദ്ധക്യത്തിലെ ഒറ്റപ്പെടൽ എങ്ങനെയാണ് ഈ കഥയിൽ ചിത്രീകരിച്ചു നോക്കുക. നല്ല പ്രായത്തിൽ ഭാര്യ മരിച്ചു. മക്കളെ നന്നായി വളർത്താൻ പിന്നീട് വിവാഹം കഴിച്ചില്ല. അവൻ ചെറുപ്പത്തിൽ പറഞ്ഞു 3 മക്കളെ സമ്മാനിച്ച് ഭാര്യ പോയി എന്ന് പറഞ്ഞു. ആ മക്കളെ നന്നായി വളർത്താൻ വേണ്ടി അദ്ദേഹം ജീവിതത്തിൽ മറ്റൊരു കല്യാണം കഴിച്ചതുമില്ല. വാർദ്ധക്യം ബാധിച്ചപ്പോൾ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു. അപ്പം വാർദ്ധക്യമായപ്പോൾ സ്വന്തം സ്വാതന്ത്ര്യമെല്ലാം നഷ്ടപ്പെട്ടു. നാടക കമ്പനി പുനർജീവിപ്പിക്കണമെന്ന ചിന്ത വന്നപ്പോൾ മക്കൾ എതിർത്തു. അപ്പോൾ അയാൾ പറഞ്ഞു നാടക കമ്പനി വീണ്ടും കൂട്ടിയെന്ന് പറഞ്ഞില്ലേ, അത് വീണ്ടും പുനർജനിപ്പിക്കണം എന്ന് പറഞ്ഞാൽ എന്താ? പുനർജനിപ്പിക്കുക എന്ന് പറഞ്ഞാൽ വീണ്ടും ഉണ്ടാക്കണം എന്ന് പറഞ്ഞു. അപ്പം മക്കളെ സമ്മതിച്ചില്ല. നാടകം തൻ്റെ ജീവിതത്തിൽ നിന്നും മക്കൾ പിച്ചി ചീന്തിയ നിമിഷം മുതൽ അയാളുടെ മനോനില തകരാറിലാകുന്നു. അപ്പോൾ ഇനി നാടകത്തിന് പോകണ്ടെന്ന് പറഞ്ഞ് മക്കളങ്ങോട്ട് വിലക്കി. അതോടുകൂടി അദ്ദേഹത്തിൻ്റെ ജീവിതം താറുമാറായിപ്പോയി. അയാളുടെ മനോനില തകരാറിലാകുന്നു. സ്വത്തിനു വേണ്ടി അപ്പനെ ഒഴിവാക്കുകയും ചെയ്യുന്നു. അപ്പോൾ അച്ഛൻ്റെ കയ്യിലുള്ള സ്വത്തൊക്കെ നേടാൻ വേണ്ടി അച്ഛനെ ഒഴിവാക്കുകയും ചെയ്യുന്നു. ആ ഒഴിവാക്കുന്ന കഥയൊക്കെ വെച്ചാൽ നമ്മളുടെ ഹൃദയം പൊട്ടിപ്പോകും ചെയ്യുന്നു. വാർദ്ധക്യ ജീവിതത്തെ പരിഗണിക്കാത്ത വർത്തമാനകാലത്തിൻ്റെ വിമർശനം കൂടിയാണത്. അപ്പോൾ വാർദ്ധക്യകാലത്തെ അംഗീകരിച്ച് അവരെ ശുശ്രൂഷിക്കേണ്ടതിന് പകരം ആ കുട്ടികളെ അച്ഛനെ ഒഴിവാക്കുകയാണ് ചെയ്തത്. അതും കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്.
ഈ കഥ വാർദ്ധക്യ ജീവിതകാലത്ത് സ്നേഹവും പരിഗണനയും നൽകേണ്ട മക്കൾ തന്നെ അപ്പനെ ഒഴിവാക്കുകയാണ്. സ്നേഹത്തിൻ്റെ ഊന്നുവടിയാകാൻ കഴിയാതെ പോകുന്ന തലമുറയെ കഥയിൽ കാണാനാകും. അപ്പം അച്ഛനെ വയസ്സുകാലത്ത് നോക്കേണ്ടി വരുമല്ലോ എന്ന് വിചാരിച്ച് മക്കളെല്ലാം കൂടെ കൊണ്ടുപോയി ഒഴിവാക്കുന്ന സ്ഥലം പറയുന്നുണ്ട്, അവിടെ കൊണ്ടുപോയി ഒഴിവാക്കുന്നു. അപ്പോൾ ഈ വാർദ്ധക്യകാലത്ത് മക്കളിൽ നിന്ന് സ്നേഹം കിട്ടാത്ത ഒരവസ്ഥയിൽ എന്ത് സംഭവിക്കും എന്നുള്ളത് നമുക്കറിയാം. അങ്ങനെ ആയപ്പോഴേക്കും അച്ഛൻ്റെ സമനില തെറ്റുകയും ചെയ്തു. അതുതന്നെയാണ് ഇന്ന് സമൂഹത്തിൽ മിക്ക വാർദ്ധക്യക്കാർക്കും സംഭവിക്കുന്നത്. അച്ഛനെ നദിയിലൊഴുക്കിയ ശേഷം വണ്ടി സ്റ്റാർട്ടാക്കുന്നതിനിടയിൽ ഡോജോ പറഞ്ഞത് എന്താണ്? അങ്ങനെ അച്ഛനെ കടലിലൊഴുക്കുക തോണിയിൽ. ഒന്ന് ആലോചിച്ച് നോക്കൂ. മക്കളുടെ ആലോചിക്കാൻ വയ്യല്ലേ? അങ്ങനെ കടലിലൊഴുക്കിയിട്ട് മകൻ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് വരുമ്പോഴേ ആ ടോജോ എന്ന് പറയുന്ന മകൻ എന്താ പറഞ്ഞതെന്ന് നോക്കൂ. ഇച്ചായൻ തന്നെ പള്ളിയിലും വിളിച്ചേക്ക്, ഞാൻ ചിലപ്പോൾ അച്ഛനോട് പറയണതിൻ്റെ ഇടയിൽ ചിരിച്ചു പോവും. അപ്പോൾ ഏട്ടനോട് പറയാം, നീ എന്നെ അവിടേക്ക് പള്ളിയിലേക്ക് വിളിച്ചു പറഞ്ഞോ, ഞാൻ അച്ഛനോട് പറയുന്നത്, അതായത് പള്ളിയിൽ അച്ഛനോട് പറയുന്നതിൻ്റെ ഇടയിൽ ചിരിച്ചു പോകും, അതുകൊണ്ട് ഇച്ചായൻ വിളിച്ചു പറഞ്ഞാൽ മതി. അപ്പോൾ നോക്കുക, ആ അച്ഛനെ കടലിലൊഴുക്കി വരുന്നത്, കടലിലോ നദിയിലോ ഒഴുക്കി വരുന്നതിൽ ആ മകന് സന്തോഷം. ആ വിവരം പള്ളിയിൽ വിളിച്ചു പറഞ്ഞാൽ ചിരിച്ചു പോകുന്നു. മനസ്സിലായോ? ഇനി മനോനില തെറ്റിയ സ്വയം മറന്നുള്ള സെബാസ്റ്റ്യൻ്റെ പ്രവൃത്തികൾ വിവരിക്കുക. മനോനില തെറ്റിയിട്ട് ആ അച്ഛൻ സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന ആ വ്യക്തി എന്തൊക്കെ ചെയ്തു എന്നുള്ളതാണ് ഇനി പറയുന്നത്. അയാൾ സ്വന്തം മറന്ന് അഭിനയം തുടങ്ങി. മൂത്ത മകൻ അർജുനൻ, മരുമകൻ ഘടോത്കചനായി. അപ്പോൾ അതിൽ അച്ഛൻ എന്താണ്, സ്വന്തം മക്കളെ അഭിനയത്തിന് ഓരോ പേരിട്ട് വിളിക്കാൻ തുടങ്ങി. മകനെ എന്താണ് അർജുനൻ എന്നും മരുമകനെ ഘടോത്കചൻ എന്നൊക്കെ ആക്കിയിട്ട് എന്താണ് നാടകം അഭിനയിക്കാൻ തുടങ്ങി. അച്ഛൻ അപ്പാപ്പനെ ധിക്കരിച്ചിട്ടുള്ളത് ഏത് കാര്യത്തിനാണ്? അപ്പം മക്കൾ പറയും, നിങ്ങൾ അപ്പാപ്പനെ ധിക്കരിച്ചില്ലേ വെച്ചു. അത് ഏത് കാര്യത്തിനാണ് ഈ അച്ഛൻ ധിക്കരിച്ചത് എന്ന് നമുക്ക് നോക്കാം. ഏത് കാര്യത്തിനാ? അപ്പാപ്പൻ്റെ വാക്കിനെ സെബാസ്റ്റ്യൻ ധിക്കരിച്ച എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നാടകം അഭിനയിക്കുക എന്നുള്ളതിന് മാത്രമായിരുന്നു. ഇനി അച്ഛനെ ധിക്കരിച്ച, അല്ല അപ്പാപ്പനെ അച്ഛൻ ധിക്കരിച്ചു എന്ന് വന്നില്ലേ, അത് ഒരേ ഒരു കാര്യത്തിനുള്ളൂ. എന്തിന്? അഭിനയത്തിന് മാത്രമേ അച്ഛൻ്റെ വാക്ക് കേൾക്കാതെ സെബാസ്റ്റ്യൻ പോയിട്ടുള്ളൂ. അതാണ് ഇന്നത്തെ ലോകത്തിലെ മക്കളും അച്ഛനും തമ്മിലുള്ള ബന്ധം. അപ്പോൾ ഇനി ഒരു കഥ കൂടെ ഉണ്ട്, അതും കൂടെ നമുക്ക് വേഗം. ഇന്ന് ഞാൻ നാളെ നീ ഒരു കവിതയാണ് കേട്ടോ. ഇന്ന് ഞാൻ, നമ്മൾ പറയില്ലേ പഴുക്കപ്ലാവിലെ വീണ് കണ്ടിട്ട് പച്ചപ്ലാവിലെ ചിരിക്കേണ്ടെന്ന് പറയില്ലേ, അതുപോലെ ഇന്ന് ഞാൻ നാളെ നീ, ഇന്ന് ഞാൻ മരിച്ചാൽ നാളെ നീ മരിക്കും. അതാണ് ഇവിടെ പറയുന്നത്. ഇന്ന് ഞാൻ നാളെ നീ എന്ന കവിതയുടെ തലക്കെട്ട് ഉദ്ധരണിക്കുള്ളിൽ കൊടുത്തിരിക്കുന്നത് ശ്രദ്ധിക്കുക. തലക്കെട്ടിന് സാധാരണയായി തലക്കെട്ടിൻ്റെ ആവശ്യമില്ല. മറ്റാരുടെയെങ്കിലും മറ്റെവിടെ നിന്നെങ്കിലും എടുത്തിട്ടുള്ള വാക്യം തലക്കെട്ടായി ഉപയോഗിക്കുമ്പോൾ ഉദ്ധരണി കൊടുക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ അവിടെ ഈ തലക്കെട്ട് ഉദ്ധരണിയിൽ ഇട്ടത് കൊണ്ട്, ഉദ്ധരണി എന്നാൽ കൊട്ടേഷനിലിടുക പറയില്ല, അതുപോലെ കൊട്ടേഷൻ ഇടണം എന്ന് പറയുന്നത് അങ്ങനെ കോമൺ ഇല്ല അതിന്. അപ്പോൾ ഇവിടെ കൊടുത്ത എന്തുകൊണ്ടാണ്? ആ വാക്ക് വേറെ ആരുടെയോ ഒരു വാക്കാണ്, അതാണ് അങ്ങനെ കൊട്ടേഷനിൽ കൊടുക്കുന്നത്. ഇനി ഏതോ സ്രോതസ്സിൽ നിന്ന് കവിയുടെ ഉള്ളിൽ കടന്നുകൂടിയതാവാം. അത് കവിയുടെ ഉള്ളിൽ കനത്ത നടുക്കം സൃഷ്ടിക്കുകയും ചെയ്തു. കവിത ആരംഭിക്കുന്നത് ഇന്നും കവിത അവസാനിക്കുന്നത് എപ്പോഴും എന്നുമാണ്. ആരംഭത്തിലെ ഇന്നുമായി അത് കണ്ണി ചേരുന്നു. അപ്പം ഇന്നും എന്നും എന്നാണ് പറയുന്നത്. അപ്പോൾ കവിത നിങ്ങൾ വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. ആസന്ന മൃത്യുവായി ശ്വാസം ആഞ്ഞുവലിക്കുന്നതായി കവി സങ്കല്പിച്ചിരിക്കുന്നത് എന്തിനെയാണ്? ആസന്ന മൃത്യുവായി ശ്വാസം വലിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് കവി പറയുന്നത് എന്തിനെ കൊണ്ടാണെന്നായിരിക്കണം. കാറ്റിൻ്റെ മരണം അടുത്തു വന്നതായി കവി സങ്കല്പിക്കുന്നു. കാറ്റിൻ്റെ മരണത്തെയാണ് അവിടെ കവി സങ്കല്പിക്കുന്നത്. അന്തരിച്ച പകലിൻ്റെ ശവം ചുമക്കാൻ ഒരുങ്ങി നിൽക്കുന്നത് ആരാണ്? ദിക്കുകൾ നാലും ശവം ചുമക്കാൻ ഒരുങ്ങി നിൽക്കുന്നു. അന്തരിച്ച പകലിൻ്റെ ശവം, പകൽ അന്തരിച്ചു, ഇനി അതിൻ്റെ ശവം താങ്ങാനായിട്ട് 4 ദിക്കുകളും കാത്തു നിൽക്കുകയാണെന്ന് പറയണം. 2000-ഓളം ആണ്ടുകൾക്കപ്പുറമുണ്ടായ മഹാത്യാഗം എന്ന് കവി സൂചിപ്പിക്കുന്നത് എന്തിനെയാണ്? കവി 2500 വർഷങ്ങൾക്ക് മുന്നേ ഒരു ത്യാഗം ഉണ്ടായി അറിയണം. അത് എന്തിനെയാണെന്നാണ് ചോദിക്കുന്നത്. എന്താണ്? ക്രിസ്തുവിൻ്റെ കുരിശു മരണത്തെ. പിന്നെ കുരിശിനെ ചുംബിക്കാനായി അടുത്തു വരുന്ന മാലാഖമാർ എന്ന് കവി ഭാവന ചെയ്യുന്നത് ആരെയാണ്? കുരിശിനെ ചുംബിക്കാനെത്തുന്ന മാലാഖമാരെന്ന് കവി ഭാവന ചെയ്തിട്ടുണ്ട്. ആരെയാണ് ആ ഭാവന ചെയ്തിട്ടുള്ളത്? വെള്ളമേഘങ്ങളെയാണ്.
മാലാഖമാരായിട്ട് കണ്ടിട്ടുള്ളത്. മാനത്ത് വെളുത്ത മേഘങ്ങൾ ഉണ്ടാവില്ല, അതിന്. കുരിശെ ജയിക്കാമെന്ന് കവി പറയുന്നത് എന്തുകൊണ്ട്? ലോകത്തിലെ പാപപരിഹാരത്തിലൂടെ മനുഷ്യൻ എങ്ങനെ സ്വർഗം പോകാമെന്ന് നേരിട്ട് ഉദാഹരിക്കുകയാണ് കുരിശ്. അതിനാലാണ് കവി കുരിശിനെ വാഴ്ത്തുന്നത്. അപ്പം യേശുക്രിസ്തു നന്മ ചെയ്തതിന് എന്താ കിട്ടിയത്? കുരിശല്ല കിട്ടിയത്. ആ നന്മ ചെയ്താലും ശരി സ്വർഗത്തിലെത്താനുള്ള ഒരു വഴിയായിട്ടാണ് കുരിശിനെ കാണുന്നത്. ഇന്നും നക്ഷത്രങ്ങൾ ദൃശ്യമാകുന്ന നടുക്ക് എന്തിനെ സൂചിപ്പിക്കുന്നു? ഇന്നും നക്ഷത്രങ്ങളിൽ ഒരു ദൃശ്യം കാണുന്നുണ്ട്. അത് എന്തിനെ സൂചിപ്പിക്കുന്നു? ഇന്നു ഞാൻ, നാളെ നീ, എന്നെ എന്ന 6 അക്ഷരം കവിയുടെ കണ്ണിൽ പതിഞ്ഞു എന്നല്ല, വന്നു തറച്ചു എന്നാണ് കവി പ്രയോഗിക്കുന്നത്. അപ്പം ആ നക്ഷത്രത്തിലേക്ക് നോക്കിയപ്പോൾ കവിക്ക് തോന്നുകയാണ് ഇന്നു ഞാൻ, നാളെ നീ എന്നുള്ള ആ 6 അക്ഷരം അവിടെ പതിക്കുന്ന പോലെ. അത് കവിയുടെ കണ്ണിൽ പതിച്ചു എന്നല്ല പറയണം, വന്നു തറച്ചു എന്ന് പറയുന്നത് പ്രയോഗിക്കുന്നത്. കവി നടുങ്ങിയ ആകാശത്തേക്ക് നോക്കി. അപ്പോൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ നടുങ്ങുന്നതായി കവിക്ക് തോന്നി. പ്രപഞ്ചവ്യാപിയാണ് മരണം സൃഷ്ടിക്കുന്ന നടുക്കം. അപ്പം ഒരാൾ മരിച്ചു എന്ന് പറഞ്ഞാൽ ഈ ലോകം മുഴുവൻ നടുങ്ങുന്ന ഒരു അവസ്ഥയാണ് മരണം കൊണ്ട് ഈ ലോകത്തിൽ ഉണ്ടാവുന്നതെന്നർത്ഥം. ഇക്ഷിതി തന്നെ മരവിച്ച പോലെ ആയി. മരവിപ്പിൻ്റെ വിശദാംശങ്ങൾ എന്തെല്ലാം? ഈ ഭൂമി തന്നെ മരവിച്ച അവസ്ഥയായിപ്പോയി. ആ മരവിച്ചതിൻ്റെ സന്ദർഭം എന്താണെന്ന് വയ്ക്കുന്നത്? അന്തിയാവുന്ന നിഴലുകൾക്ക് നീളം വയ്ക്കുന്ന സമയമാണ് കവി ചിത്രീകരിക്കുന്നത്. സന്ധ്യ ആകുമ്പോഴേക്കും നമ്മളുടെ നിഴലുകൾ, നമ്മൾ പുറത്തിറങ്ങി നോക്കുമ്പോൾ നമ്മളുടെ നിഴലുകൾ നല്ല നീളം ഉണ്ടല്ലേ, ഉച്ചയാകുമ്പം കുറഞ്ഞായിരിക്കും. അപ്പോൾ അതിനെയാണ് ഇവിടെ കവി ചിത്രീകരിക്കുന്നത്. വൃക്ഷത്തിൻ്റെ ഇലകൾ കൊഴിയുന്നു, കാറ്റ് അനങ്ങാതെ നിൽക്കുന്നു, വായൊന്നും സഞ്ചരിക്കാത്ത വിധത്തിൽ നിൽക്കുന്നു. ഇടയ്ക്കിടയ്ക്ക് ആസന്ന മരണം എന്ന പോലെ ശ്വാസം ആഞ്ഞുവലിക്കുന്നു. അപ്പോൾ ആസന്ന മരണം, അതായത് മരിക്കാറായവർ ശ്വാസം വലി എന്നൊക്കെ പറയും. നിങ്ങൾക്കറിയോ, ടീച്ചർക്ക് അറിഞ്ഞൂടാ. ആ ആസന്ന നിലയിൽ വലിക്കുന്ന ശ്വാസം പോലെ വലിക്കുകയാണ് ഇന്നിപ്പോൾ ഭൂമി വലിക്കുന്നു. പകലിൻ്റെ ശവം ചുമക്കുന്ന ദിക്കുകൾ മൗനമായി നിൽക്കുന്നു. അപ്പോൾ പകലിൻ്റെ ശവം ചുമക്കാൻ വേണ്ടി നിൽക്കുന്ന 4 ദിക്കുകൾ എന്ന് പറഞ്ഞു. ആ ദിക്കുകൾ നിശ്ചലമായി നിൽക്കുന്നു. ശവപ്പെട്ടിയിൽ പകലിൻ്റെ പുത്രിയായ അന്തി ചുംബനം നൽകുന്നു. അപ്പോൾ പകലിൻ്റെ പുത്രിയാണ് അന്തി, സന്ധ്യ എന്ന് പറയുന്നത്. അത് തൻ്റെ അമ്മയ്ക്ക് എന്ത് നൽകുന്നു? ചുംബനം നൽകുന്നു. അതായത് പകൽ പോകുമ്പോൾ സന്ധ്യ വരുന്നു. ആ സന്ധ്യ അപ്പം എന്ത് ചെയ്യുന്നു? പകലിനെ ചുംബിക്കുന്നു എന്നാണ് പറയുന്നത്. രണ്ടറ്റവും കാണാത്ത വഴി പോലെയുള്ള ജീവിതത്തിന് മുമ്പിൽ കവി തനിച്ചു നിൽക്കുന്നു. അപ്പോൾ രണ്ടറ്റവും കാണാത്ത ജനനവും മരണവും നമുക്കറിയില്ലല്ലേ. അങ്ങനെയുള്ള ആ ജീവിതത്തിൽ കവി പകച്ചു നിൽക്കുന്നു. പക്ഷികൾ പാടുന്നില്ല, ആടുന്നില്ല, സമസ്തവും മരവിച്ചതായി കവിക്ക് അനുഭവപ്പെടുന്നു. അപ്പോൾ എല്ലാം ഒരു മരവിച്ച അവസ്ഥ ആ ലോകത്തിൽ കവിക്ക് അനുഭവപ്പെടുകയാണ് ചെയ്യുന്നത്. ഇനി ഭാവഗീതത്തിൻ്റെ പ്രത്യേകതകൾ വിവരിക്കുക. ഭാവഗീതത്തിൻ്റെ പ്രത്യേകതകൾ: ദാർശനികമായ കവിത, ജീവിതത്തിൻ്റെ നശ്വരതയെക്കുറിച്ചുള്ള കവിയുടെ വിഷമം എന്നിവയാണ് ആ ദുഃഖങ്ങൾ, പ്രത്യേകതകൾ വിവരിക്കുന്നത്. പിന്നെ ദാർശനികമായ കവിത, ജീവിതത്തിൻ്റെ നശ്വരതയെക്കുറിച്ചുള്ള കവിയുടെ വിഷമം എന്നിവയാണ് അനുവാചകനെ ഈ കവിത ഓർമ്മിപ്പിക്കുന്നത്. അപ്പോൾ ഈ കവിതയെ ഓർമ്മിപ്പിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ദാർശനികമായ കവിത, ജീവിതത്തിൻ്റെ നശ്വരതയെക്കുറിച്ചുള്ള കവിയുടെ വിഷമം, ഇതൊക്കെയാണ് അനുവാചകർ എന്ന വായനക്കാരെ ഓർമ്മിപ്പിക്കുന്നത്. ജീവിതത്തിൻ്റെ അനിശ്ചിതത്വം യാതൊരു ഭേദഭാവവുമില്ലാതെ എല്ലാവരെയും കാത്തിരിക്കുന്നു. അപ്പോൾ അനിശ്ചിതത്വം, നമ്മളാരും ഇവിടെ ശാശ്വതമല്ല. നമ്മൾ ജനിക്കുന്നു, ഒന്നുമില്ലാതെ ജനിക്കുന്നു, മരിക്കുന്നു, ഒന്നുമില്ലാതെ നമ്മൾ മരിച്ചും പോകുന്നു. അത്രയേ ഉള്ളൂ. നമ്മൾ അതിൻ്റെ ഉള്ളിൽ ഈ കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങളെല്ലാം മായ മാത്രമാണ്. ആ മായാ ജീവിതത്തിൽ നമ്മൾ മുഴുകി ജീവിക്കുന്നു. അതിൽ നമ്മൾ എന്തൊക്കെ കാണിക്കുന്നു എന്ന് നമുക്ക് തന്നെ അറിയില്ല. അപ്പോൾ ആരും ഇവിടെ നിന്ന് ഒന്നും കൊണ്ടുപോകുന്നില്ല, ആരും കൊണ്ടുവരുന്നില്ല എന്ന പരമാർത്ഥം കവി അനുഭവിച്ചറിയുന്നു. മരണം എന്ന യാഥാർത്ഥ്യത്തിൽ നിന്നും ആർക്കും രക്ഷയില്ലെന്നും പ്രപഞ്ചാരംഭം മുതൽ മരണഭീതി മനുഷ്യൻ അനുഭവിക്കുകയാണെന്ന് ഈ കവിതയിലൂടെ കവി വ്യക്തമാക്കുന്നു. അപ്പം മരണം എന്ന് നിലയൊന്നും ഉണ്ടായതല്ല, പ്രപഞ്ചാരംഭം മുതൽക്ക് തുടങ്ങിയതാണ്. അതിനി പ്രപഞ്ചം അവസാനിക്കുന്നത് വരെ ഉണ്ടാവും. മരണം എന്ന് പറയുന്ന ഒരു ഭീതിപ്പെടുത്തുന്ന സംഭവമാണ്. അത് ലോകത്തുള്ള സർവ്വ ജീവജാലങ്ങൾക്കും. അപ്പം നമ്മളുടെ 20ാമത്തെ ചാപ്റ്ററും കഴിഞ്ഞു. ഇനി സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കുക. എന്താ വെച്ചാൽ ടീച്ചർ
പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ 15 തൊട്ട് 16 തൊട്ടിട്ട് 20 ചാപ്റ്ററാണ് നമ്മളിപ്പോൾ അവിടെ എടുത്തത്. അതൊക്കെ ഒന്ന് വായിച്ച് നോക്കുക, മനസ്സിലാക്കുക കേട്ടോ. അച്ഛാ, എല്ലാവർക്കും ടീച്ചറിൻ്റെ നമസ്കാരം, നന്ദി.